ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എൻ്റെ ശരീരത്തിൽ രോഗത്തിനോ വേദനയ്ക്കോ രോഗത്തിൻ്റെ ശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല. എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഞാൻ ദാരിദ്ര്യത്തിൻ്റെ ശാപത്തെ ക്രിസ്തു ക്രൂശിൽ വഹിച്ചതുകൊണ്ട് ക്രിസ്തു ഞാൻ ബഹുസമ്പന്നനാണ്. ഞാൻ വാരി വിതറി കൊടുക്കും, വായ്പ വാങ്ങത്തില്ല. ഞാൻ ദിവ്യ സമാധാനത്തോടെ ദീർഘായുസോടെ എൻ്റെ സകല സമൃദ്ധിയും അനുഭവിക്കും. ജാതികൾ നല്ലൊരു സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയമറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയും, യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു യേശു എനിക്ക് പൂർണ്ണ ജയമാണ്. ഭൂലോകത്തിനട്ടത്തോളം പോയി സകല സൃഷ്ടിയോടും എന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. പരിശുദ്ധാത്മാവിൻ്റെ വീര്യപ്രവർത്തികൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടുന്നല്ലോ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഇടയ്ക്ക് ഒരു അറിയിപ്പാണ്. അതൊന്ന് ആരെങ്കിലും ഇടയ്ക്കൊന്ന് ഓർപ്പിച്ചേക്കണം. നമ്മുടെ പ്രെയർ തീരുന്നതിന് മുമ്പ് എല്ലാവരും വരാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് പറയാനുണ്ട്. അപ്പം നമുക്ക് മറന്നു പോരുത്, മാർച്ച് മാസം നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അനേകരോട് നിങ്ങളിത് ഷെയർ ചെയ്യുന്നുള്ളത് എനിക്കറിയാം. അനേക രോഗികളോട് ഇത് പറയണം. യേശു അത്ഭുതം ചെയ്യും. കർത്താവിൻ്റെ മുറിവിനാൽ നിങ്ങൾക്ക് ആരോഗ്യവും സൗഖ്യവും വരും. കർത്താവിൻ്റെ നാമത്തിൽ വന്ന് കാണുവിൻ, അവരെ ക്ഷണിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ആമേൻ. തുടർമാനമായി നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടു വരുന്നു. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ഒരു വ്യക്തി ഒന്ന് പറഞ്ഞാട്ടെ. കേട്ടില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുന്നതാ. ആമേ. ക്രിസ്തു കേട്ടില്ല. അതാ പറഞ്ഞേ. ആമേ. നമ്മൾ ഇന്നലെ കേട്ടു. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ കേൾക്കാൻ ഇടയായി തീർന്നു. നമുക്ക് കർത്താവിൽ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു നിരപ്പിന്റെ ശുശ്രൂഷ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് നമ്മൾ കേൾക്കുവാൻ ഇടയായി തീർന്നു അല്ലേ. പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ കർത്താവ് നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നു? കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അത് മറന്നുപോലും ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഇത് കർത്താവിൻ്റെ സമയമാണ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളുടെ സമയമാണ്. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് വീണ്ടും നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് പിന്നെയും ധ്യാനിക്കാം. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം അവിടെ ഇങ്ങനെ പറഞ്ഞേക്കാം. അതുകൊണ്ട് വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടർച്ച കല്ലിന്മേൽ തട്ടി ഇടറി, ഇതാ ഞാൻ സിയോണിൽ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും വെക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ആമേൻ. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയോണേ. കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. കർത്താവിന്റെ വചനം പറയുന്നു, വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ ദൈവത്തെ അന്വേഷിച്ചത് കൊണ്ട് അവർക്ക് ഇടർച്ച കല്ലിന്മേൽ തട്ടി ഇടറി. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നവരിലൂടെ അടയാളങ്ങൾ നടക്കുമെന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ സിസ്റ്റം അങ്ങനെയാണ്. മറന്നു പോകരുത്. എപ്പോഴും നിങ്ങൾ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ കമ്പയർ ചെയ്യണം, താരതമ്യപ്പെടുത്തണം. ഞാൻ ഇരിക്കുന്ന രാജ്യവും ലോകവും ദൈവരാജ്യവും തമ്മിലുള്ള വ്യത്യാസം. ഞാനിരിക്കുന്ന ലോകത്തിൽ ഒരിക്കലും പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. പറഞ്ഞാൽ ഒരിക്കലും മല മാറത്തില്ല. പറഞ്ഞാൽ ഇല്ലാത്തത് ഉണ്ടായി വരത്തില്ല. പറഞ്ഞാൽ ഒരു രോഗവും മാറത്തില്ല. എൻ്റെ ലോകം, ഞാൻ ആയിരിക്കുന്ന ലോകത്തിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ ഞാൻ ആയിരിക്കുന്നത് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും എന്നെ വിടുവിച്ച് സ്നേഹസ്വരൂപന്റെ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ ഈ രാജ്യത്തിന്റെ പ്രത്യേകത, ഈ രാജ്യത്തിൽ എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ രീതി എന്നാന്ന് ചോദിച്ചാൽ വിശ്വാസമാണ്. ഇവിടെ വിശ്വസിക്കുന്നവർ പറയണം, പറയുന്നവരിലൂടെ കാര്യങ്ങൾ ഉണ്ടായി വരും. ആമേൻ.
നോക്കിയേ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത. പല ആൾക്കാരും ചിന്തിക്കുന്നത് നമ്മൾ ദൈവരാജ്യത്തിൽ പോകുമെന്നാണ്. ഇവിടെ വാക്യം വ്യക്തമായിട്ടൊന്ന് ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ? പുത്രന്റെ രാജ്യത്തിൽ പോകുമെന്നാണോ അതോ പോയെന്നാണോ? ഒന്ന് വായിക്കാൻ പറ്റുമോ? പുത്രന്റെ രാജ്യത്തിലാക്കിയെന്നാണ് പറഞ്ഞത്. രാജ്യത്തിലാക്കി അപ്പൊ വെക്കുകയും ആക്കി എന്നതിന്റെ അർത്ഥം എന്തുവാ? ആയെന്നാണ്. അതെ ആണ്. അതെ ആയി നമ്മള് കഴിഞ്ഞു. ഓൾറെഡി ആണ്. നമ്മുടെ രാജ്യത്തിലാണ്. നമ്മൾ ആ ദൈവരാജ്യത്തിലാണ്. ദൈവരാജ്യത്തിലാണ്. അപ്പൊ ദൈവരാജ്യത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ ഈ രാജ്യത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു ചാലകം അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്ന റോമാലേഖനം പറയുന്നു. അതുകൊണ്ട് അവർ പ്രവൃത്തിയാൽ അന്വേഷിച്ചത് കൊണ്ട് അവർക്ക് ഇടർച്ച കല്ലിന്മേൽ തട്ടി. അപ്പൊ എന്താണ് പ്രവൃത്തി, എന്താണ് വിശ്വാസം? പലതവണ നമ്മൾ ധ്യാനിച്ചതെങ്കിലും ഇന്ന് റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ അകത്ത് നമ്മളൊരു കാര്യം പറയുന്നു. പഴയ നിയമം നമ്മൾ വായിക്കുന്ന സമയത്ത് ഈ എന്തുകൊണ്ടാണ് പ്രവൃത്തിയെ പറ്റി പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അതിന്റെ ആദ്യം മുതൽ റോമാലേഖനം മുഴുവൻ 9-ാം വാക്യം നിങ്ങൾ മുഴുവൻ വായിക്കും, മനസ്സിലാവും. ചില ഭാഗങ്ങൾ മാത്രം എടുക്കുകയാണ്. അവിടെ പഴയ നിയമം മുതൽ ഇങ്ങനെ ആ കാലഘട്ടം മുതൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുവാണ്. നോക്കിയേ, ജഡപ്രകാരമുള്ളത് ആത്മാവൻ, അതായത് വാക്തത്വ സന്തതി, ജഡപ്രകാരമുള്ള സന്തതി, അബ്രഹാമിന്റെ സന്തതി, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആ അധ്യായത്തിൽ തന്നെ താഴേക്ക് വരുന്ന സമയത്ത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തെ എന്ത് ചെയ്തു? അവിടെ വന്നു. നിങ്ങൾക്ക് ഒരു വാക്യം കാണാൻ പറ്റും. ദൈവത്തിന്റെ പ്രവൃത്തിയെ പറ്റി പറയുന്നു. ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനെ മുന്നിൽ. ഈ വാക്യം നോക്കിയേ, എൻ്റെ ജനമല്ലാത്തവരെ ഞാൻ ജനമെന്നും പ്രിയമല്ലാത്തവളെ പ്രിയ എന്നും വിളിക്കും. നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് പറയുന്നതിൽ ഇടർച്ച് അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. നമ്മളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഹോശിയയുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞു വരിക. അവസാനം താഴേക്ക് വരുമ്പോൾ നിങ്ങൾ ആ വാക്യം വായിക്കുമ്പോൾ കാണാൻ പറ്റും. ആകയാൽ നാം എന്തു പറയുന്നുണ്ട്? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി. അപ്പൊ ഇവിടെ പ്രവൃത്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ന്യായപ്രമാണം. അതാ പഴയ നിയമം നിങ്ങൾ വായിക്കുമ്പോഴെല്ലാം കാണാൻ പറ്റും. ഇത് ചെയ്താൽ നീ അനുഗ്രഹിക്കപ്പെടും. പഴയ നിയമത്തിൽ നിങ്ങൾ കാണാൻ പറ്റും, അവിടെ വിശ്വാസമല്ല ആധാരം, ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 1200 കൽപ്പനകളുണ്ട്. ഇത് മൊത്തം കേട്ടനുസരിച്ച് അതിൽ ഒന്നി തെറ്റിയാൽ എല്ലാം പോയി. ഇതേപോലെ ഈ 1200 കൽപ്പനകൾ എന്ത് ചെയ്യുന്നു? ദൈവം വെച്ചിട്ടുണ്ട്. അത് വാക്യത്തിൽ പറയും, ഇതിനായിട്ടല്ലോ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു, നിന്നിൽ എൻ്റെ ശക്തി കാണേണ്ടതിന് എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കേണ്ടത് തന്നെ എന്ന് തിരുവഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്തിരിക്കുന്നു. അല്ലെ, മോശ മുഖാന്തരം പറഞ്ഞ വാക്കുകളാണത്. ഇവിടെ നോക്കി, അപ്പൊ നമുക്കിവിടെ രണ്ട് കാര്യമാണ്. ഒന്ന്, പഴയ നിയമം നിങ്ങൾക്ക് കാണുമ്പോൾ അബ്രഹാമിന് ശേഷമുള്ള കാലഘട്ടം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദൈവം മോശ മുഖാന്തരം കൽപ്പന കൊടുത്തു. അതുകൊണ്ടാണ് നിങ്ങൾ പഴയ നിയമം വായിക്കും, പ്രത്യേകിച്ച് ലേവ്യ പുസ്തകത്തിൽ യാഗങ്ങൾ. നമ്മൾ ആരും പള്ളിയിൽ പോകുമ്പോൾ ആരെങ്കിലും യാഗമൃഗത്തെയൊക്കെ ആയിട്ട് പോകുന്നവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ യാഗങ്ങളെ പറ്റി നമ്മൾ ബൈബിളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ 5 യാഗങ്ങളെ പറ്റി പ്രധാനമായിട്ടുണ്ട്. 5 യാഗങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടെ ഓരോരുത്തർക്കും ഓരോന്നും ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് കൊടുക്കുന്നത് കാണാൻ പറ്റും. പൈസ ഉള്ളവർക്കും പൈസ ഇല്ലാത്തവർക്കൊക്കെ. അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു സിസ്റ്റം അവിടെ വരാൻ കാരണം? മനുഷ്യനെ ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയിലേക്ക് അവന്റെ പ്രവൃത്തികളിലൂടെ മനുഷ്യന് കടക്കാൻ കഴിയത്തില്ല എന്ന് അവനെ കാണിക്കേണ്ടതിന്, അവൻ അറിയേണ്ടത്. അതുകൊണ്ടാണ് വചനം ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ പാപജലത്തിന്റെ സദൃശ്യത്തിലും പാപനിമിത്തവും ഭൂമിയിലേക്ക് അയച്ചു. അപ്പം യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് കാലസമ്പൂർണത. അതായത് മനുഷ്യൻ അവസാനം ദൈവം പറഞ്ഞ ഡിമാൻഡുകളൊക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഒരു ഡിമാൻഡ് ലോകത്തിലെ നിങ്ങൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ഡിമാൻഡ് പറയാൻ പറ്റും. ഇത് ചെയ്താൽ ഇത് തരാമെന്ന് പറയുന്ന ഏതെങ്കിലും ഡിമാൻഡ് പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഡിമാൻഡ് പറ. ഇത് ചെയ്താൽ ഇത് കിട്ടും എന്ന് പറഞ്ഞൊരു ഡിമാൻഡ് പറയാവോ? നമ്മൾ കുട്ടികളോട് പറയും, ഭക്ഷണം കഴിച്ചാൽ മുട്ടായി ചോക്ലേറ്റ് തരാം. നമ്മുടെ ജീവിതത്തിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് അതെ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ പറ്റുമോ? ഓക്കെ, ഞാനങ്ങ് പറയാം. ഇപ്പൊ നിങ്ങളൊരു ജോലി സ്ഥലത്തോട്ട് ചെല്ലുക. ജോലി സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് അവിടെ കുറേ ജോലി വെച്ചിരിക്കുക. അപ്പൊ അവർ പറയുകയാണ്, ഇത് കംപ്ലീറ്റ് തീർത്താൽ, പ്രത്യേകിച്ച് നമുക്കിപ്പോൾ എല്ലാം മന്ത്ലി സാലറി ആണ്ട് അല്ലാതെ ഒരു ജോലി എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി, അതായത് ഈ ജോലി ഫുള്ള് ചെയ്ത് തീർത്താൽ
വൈകുന്നേരമാകുമ്പോൾ നിനക്ക് 1000 രൂപ തരാം എന്നൊരാൾ പറയുക. അപ്പൊ 1000 രൂപ എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പറ. ഈ പണി മൊത്തം ഞാൻ ചെയ്ത് തീർക്കണം. അപ്പൊ എന്നോട് പറയുന്ന ആൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പം ഞാൻ പറയുക, ഇപ്പൊ എനിക്ക് നടക്കാൻ പോലും കഴിയാത്ത ഞാനിപ്പോ ഒരു വല്ലാത്തൊരു വ്യക്തിയാണെന്ന് വിചാരിച്ചു. എന്നോട് ഒരിക്കലും വന്നിട്ട് ഒരാൾ പറയത്തില്ല പറമ്പ് മൊത്തം കിളച്ച് വൃത്തിയാക്കിയാൽ വൈകുന്നേരം ആകുമ്പോൾ 1000 രൂപ തരാന്ന് ആരെങ്കിലും പറയുമോ? തളർവാദിയായ ഒരു മനുഷ്യനോട് പറയുവോ? ഇല്ല. അപ്പൊ ഒരാളോട് ഇത് പറയുമ്പോൾ ആ പറയുന്നയാളും കേൾക്കുന്നയാൾക്കും ഒരു കപ്പാസിറ്റി ഉണ്ട്. പറയുന്നയാള് ചെയ്യാൻ പോകുന്നയാളെ നോക്കി ഒരു ജോലി പറയുന്നുവെങ്കിൽ നമുക്കറിയാം 5 വയസ്സുള്ള ഒരു കൊച്ചിനോട് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല 5 ഏക്കർ അല്ല 1 ഏക്കർ പറമ്പുണ്ട് അത് മൊത്തം വൃത്തിയാക്കാൻ പറയത്തില്ല. കുറെ ആളുകൾ ചെയ്യുവാൻ കഴിയുന്ന കപ്പാസിറ്റി ഉള്ള കുറെ ആളുകളോടാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? ഡിമാൻഡുകൾ വെക്കുന്നത്. ദൈവം ഒരു ഡിമാൻഡ് ചെയ്തു, ഇത് മൊത്തം കേട്ടനുസരിച്ചാൽ നിങ്ങൾ നീതിമാന്മാരാകും. കണ്ടോ? നീതിമാനായാൽ പിന്നെ പേടിക്കണ്ട, നീതിമാൻ അവകാശങ്ങളുണ്ട്. അപ്പൊ ഇസ്രായേൽ മക്കളെല്ലാം ഓർത്ത്, എന്റെ ദൈവമേ ഇത് ഈസി അല്ലേ? മോശ മുഖാന്തരം എന്ത് ചെയ്തു? 10 കൽപ്പനയും ഉപകൽപ്പനകളും ചേർത്ത് അങ്ങോട്ട് കൊടുത്തു. അവര് പറഞ്ഞു ഞങ്ങൾ ഇതെല്ലാം അനുസരിച്ചോളാം എന്ന് എന്ത് ചെയ്തു? അവര് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇവരത് പറഞ്ഞ് ഏറ്റെടുത്തപ്പോഴാണ് മനസ്സിലായത് ഇത് മനുഷ്യനെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല. എന്തുകൊണ്ടെന്നാൽ തളർന്നു നടക്കുന്ന ഒരു വ്യക്തിയോട് കാട് വൃത്തിയാക്കാൻ പറയുന്നത് പോലെ ആയിപ്പോയി. മനുഷ്യനെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാ ദൈവം അത് കൊടുത്തത് അങ്ങനെയെങ്കിൽ? ഇത്രയും ബുദ്ധിമുട്ടുള്ള കൽപ്പന ചെയ്യാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞിട്ടും റോമാലേഖനം 8-ാം വാക്യത്തിൽ പറയുന്നു, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയത്തില്ലായിരുന്നു. എന്തുകൊണ്ടാണ് പിന്നെ ദൈവം അത് കൊടുത്തത്? ഒന്ന് പറയാൻ പറ്റുമോ? കഴിയത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ എന്തിനാ കൊടുത്തത്? ഒന്ന് പറഞ്ഞു. ദൈവത്തോട് അനുസരണക്കേട് കാണിക്കും തോറും ദൈവം കൽപ്പനകളും വർദ്ധിപ്പിച്ചു. എന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ടായിരിക്കാം? മാനസാന്തരപ്പെടാൻ, പാപത്തെ കുറിച്ചുള്ള ബോധം കൊടുക്കാൻ. എന്തുകൊണ്ടായിരിക്കാം? കഴിയത്തില്ലെന്ന് മനസ്സിലാക്കാൻ, ക്രിസ്തുവിലേക്ക് എത്തുവാനുള്ള നമ്മുടെ ബലഹീനത നമ്മൾ മനസ്സിലാക്കാൻ. നമ്മൾ ആദ്യം ആരാന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാവോ, മോശ ഈ കൽപ്പന മൊത്തം വായിച്ച് കേൾപ്പിച്ചിട്ട് പഴയ നിയമം പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നു ഇത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കളെല്ലാം പറഞ്ഞു ഞങ്ങൾ ഓക്കെ, ഇത് ഡൺ, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഉടനെ എന്ത് ചെയ്തു? ഒരു കാളക്കൂട്ടനെ അറുത്ത് അതിന്റെ രക്തം കൊണ്ട് തളിക്കപ്പെട്ട ഉടമ്പടി അങ്ങോട്ട് ഉറപ്പിച്ചു. അപ്പൊ ഇവരുടെ ചിന്തയിൽ ദൈവത്തിന്റെ എല്ലാ ഡിമാൻഡും, നമ്മുടെ ചിന്തയിലും അങ്ങനെയാണ്. ദൈവം എന്ന് പറയുന്നത് ഹൈ ലെവൽ സ്റ്റാൻഡേർഡിൽ വസിക്കുന്ന ഒരാളാണ്. ദൈവത്തിന്റെ കപ്പാസിറ്റിക്കകത്തുനിന്നുകൊണ്ടാണ് ചെയ്യുക എന്ന് പറയുന്നത്. കേട്ടോണേ, ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു വയസ്സുള്ള കൊച്ചിനോട് പറയുവാണ് ആ അടുക്കളയിൽ ചെന്നിട്ട് ഒരു കാര്യം ഒരു സാമ്പാർ വെക്കാൻ പറഞ്ഞാൽ ആ കൊച്ച് വെക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ ഇങ്ങനെ പറയും, നിങ്ങൾ പറയും ഈസി അല്ലേ സാമ്പാർ വെക്കാൻ, ആ പച്ചക്കറി എല്ലാം അരിഞ്ഞിട്ടുണ്ട് അതെല്ലാം പരിപ്പും എല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് ഇട്ടുക, ഒരു മണിക്കൂർ 2 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് സാമ്പാർ റെഡി. പക്ഷെ 1 വയസ്സുള്ള കൊച്ച് വാ വിളിച്ച് നിൽക്കുക. അതിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. ഇതാണ് ദൈവവും മനുഷ്യനും. ഞാനിപ്പോൾ ചെറിയൊരു ഉദാഹരണമാണ് പറഞ്ഞത്, ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡാണ് ന്യായപ്രമാണം. ഇത് മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ അനുഗ്രഹിക്കാന്ന് പറഞ്ഞു. ബൈബിൾ പറയുന്നു അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല പ്രവർത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറിപ്പോയി. കണ്ടോ? അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? അവര് പ്രവൃത്തി കൊണ്ട് ഇത് മൊത്തം ചെയ്ത് ദൈവത്തിന്റെ നീതിമാനാകാൻ വേണ്ടി നോക്കി, നടന്നില്ല. എന്നാൽ ഇതോ ഞാൻ സിയോണിൽ ഒരു ഇടർച്ചക്കല്ലും തടകൽ പാറയും വെക്കുന്നു, യേശുവിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിക്കത്തില്ല. ഇപ്പൊ മനസ്സിലായോ? അതെന്താണ്? യേശുവിൽ വിശ്വസിച്ചാൽ പ്രവൃത്തി വേണ്ടേ? കേൾക്കണം, യേശുവിൽ വിശ്വസിച്ചാൽ പ്രവൃത്തി വേണ്ട എന്നവിടെ പറയാൻ കാരണം റോമർക്ക് എഴുതിയ ലേഖനം 8-ാം വാക്യം നമ്മൾ ധ്യാനിച്ച സമയത്ത് പറഞ്ഞിരുന്നു. അതിന്റെ 3-ാം വാക്യം നോക്കി, ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ, അതായത് എന്നെ കൊണ്ട് കഴിയാത്തത് യേശു ക്രിസ്തു കൽപ്പനകൾ മൊത്തവും അനുസരിച്ച്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകണം. ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സദൃശ്യത്തിലും പാപനിമിത്തവും ഭൂമിയിലേക്ക് അയച്ചു. എന്തുകൊണ്ട് യേശു മനുഷ്യരൂപത്തിൽ വന്നത് മനസ്സിലായോ? മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ മനുഷ്യനെ പോലെ മനുഷ്യന്റെ മാംസവും രക്തവും ശരീരവും മനുഷ്യന്റെ ഇമോഷൻസും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് യേശു ഭൂമിയിലേക്ക് വന്നു. അതുകൊണ്ടാണ് യേശു മനുഷ്യരൂപത്തിൽ. യേശു ഒരിക്കലും മനുഷ്യരൂപമല്ല, മനുഷ്യരൂപത്തിലേക്ക് വന്നതാണ്. ആമേൻ. അപ്പൊ യേശു വന്നത് എന്തിനു വേണ്ടെന്ന് അറിയാവോ? എനിക്ക് കഴിയാത്തതിനെ മൊത്തം സാധിപ്പിച്ചു. എന്നിട്ട് ഒറ്റ ഡിമാൻഡ്,
ആ യേശുവിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിക്കത്തില്ല. അപ്പൊ ഞാൻ എന്താ വിശ്വസിക്കേണ്ടത്? റോമാലേഖനം 8:9 നമ്മൾ എപ്പോഴും പറഞ്ഞത് യേശു എന്റെ കർത്താവാണ്, എന്റെ പാപത്തിന്റെ ശമ്പളമായ മരണം യേശു വഹിച്ചു, ഇപ്പൊ ഞാൻ നീതിമാനാണ്. കണ്ടോ, ഞാൻ പ്രവർത്തിച്ച് നീതിമാനായതല്ല, കൽപ്പന മൊത്തം അനുസരിച്ച് നീതിമാനായതല്ല, പകരം യേശു എനിക്ക് വേണ്ടി അനുസരിച്ചത് കൊണ്ട് യേശു പറയുക, ഒരു കാര്യം ചെയ്യ, എന്റെ നീതി നീ എടുത്തു. ഇപ്പൊ മനസ്സിലായോ? ഹല്ലേലൂയ. ഇപ്പൊ ഒരു പേന നിങ്ങളുടെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിൽ ഇപ്പൊ എഴുതാൻ പേന ഇല്ല, എനിക്ക് പേന അത്യാവശ്യമാണ്, ഞാൻ ബാങ്കിൽ നിൽക്കുവാണ്, അക്കൗണ്ട് നമ്പർ എഴുതി ബാങ്കിൽ പൈസ അടയ്ക്കണം, അവിടെ നോക്കിയപ്പോൾ ആരും പേന തരുന്നില്ല. ഉടനെ എന്ത് ചെയ്തു? ഒരാൾ അവിടെ നിൽക്കുമ്പോൾ ഞാൻ ചോദിക്കും, ആ പേന ഒന്ന് തരാവോ? ആ വ്യക്തി അയാളുടെ പേന എനിക്ക് തരുക, ഞാൻ ഉടനെ ആ പേന കൊണ്ട് എന്ത് ചെയ്തു? എഴുതി അക്കൗണ്ടിൽ പൈസ ഇട്ടു. നമ്മൾ താങ്ക്സ് പറയും അല്ലേ? ചിലപ്പോൾ നമ്മളെല്ലാവരും പൊതുവെ സംഭവിക്കുന്നത്, എല്ലാവരും മറന്നുപോകും, ആ വ്യക്തിയും പോവും, നമ്മൾ ആ പേന എടുത്തുകൊണ്ട് പോകും. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, അപ്പൊ യേശു ഇത് മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ട് കർത്താവ് പറയുക, ഒരു കാര്യം ചെയ്യ, എന്റെ നീതി നീ എടുത്തു. കണ്ടോ, യേശു മൊത്തവും സാധിപ്പിച്ചിട്ട് കർത്താവിന്റെ സന്നിധിയിൽ യേശുവാണ് നീതിമാൻ. കണ്ടോ, ബൈബിൾ നിങ്ങൾ ആ വാക്യം കണ്ടോ? റോമാലേഖനം 8-ാം വാക്യം കണ്ടോ? ജഡത്താലുള്ള എന്റെ ബലഹീന നിമിത്തം ന്യായപ്രമാണം എനിക്ക് ചെയ്യാൻ പറ്റാത്തതിനെ സാധിപ്പാൻ, ഒരു ബ്രാക്കറ്റിൽ ആ വാക്യം കണ്ടോ? സാധിച്ചു യേശു. യേശു അത് സാധിച്ചിട്ട് യേശു ഇപ്പൊ നീതിമാൻ, അത് മൊത്തം കംപ്ലീറ്റ് ആക്കി. എന്നിട്ട് തമ്പുരാൻ പറയുന്ന കാര്യം ചെയ്ത് നീ എടുത്തോ. കണ്ടോ, അപ്പൊ ഞാൻ ഈ 1200 കൽപ്പനകളെല്ലാം കേട്ടനുസരിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. കാര്യം ഇത് മൊത്തം ഇതിന്റെ ആകെത്തുക നീതിയാ, അത് ഞാൻ തരാം. സിമ്പിളായില്ലേ? അപ്പൊ നീതി കിട്ടിയ ഉടനെ ഞാൻ ഉടനെ എന്ത് ചെയ്തു? യേശു എന്റെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റു പറയണം. യേശുവിനെ ദൈവം എന്റെ പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു, ഇനി ഞാൻ പാപിയല്ല നീതിമാനെന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. ഇത് യഹൂദനെ കൊണ്ട് കഴിഞ്ഞില്ല. ഉടനെ നമ്മൾ നീതിമാനായപ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? നീതിമാനായപ്പോൾ ബൈബിൾ പറഞ്ഞിരിക്കുന്ന മുഴുവൻ, നീതിമാന് വേണ്ടി വെച്ചിരുന്ന മുഴുവൻ നന്മകളും ഇപ്പൊ എന്റെ മേലായി. ഇതാണ് പുതിയ നിയമം. ദൈവം നീതിമാന് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നത് മുഴുവൻ ഇപ്പൊ എനിക്ക് പേരിലായി. കണ്ടോ, അതാണ് നമ്മൾ ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞില്ല, എന്റെ കൽപ്പനകൾ കേട്ടനുസരിച്ചാൽ നീ വാലല്ല തലയാകും. യഹൂദൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല, അവരിപ്പോഴും ആ പഴയ കൽപ്പനയും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. നോക്കി, ആ വാക്ക് കണ്ടോ? നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ, കണ്ടോ, അനുസരിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലെ സകല ജാതികൾക്ക് മീതെ ഉന്നതനാക്കും. ഇപ്പൊ ഞാൻ ചോദിച്ചു, നടന്നില്ലെങ്കിലോ? ഇത് മുഴുവൻ കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിലോ? ഒന്ന് പറഞ്ഞു, എന്നാ സംഭവിക്കും? ഉന്നതനാകുവോ? ഇല്ല. അപ്പൊ യേശു വന്നിട്ട് ഇത് മൊത്തം അങ്ങ് അനുസരിച്ചു. യേശു പറഞ്ഞില്ല ഇങ്ങനെ സകല നീതി നിവൃത്തിയാകണം. യേശു 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റു. അതാണ് യഹൂദന്റെ സൈന്യതാണ്. 8-ാം ദിവസം പരിച്ഛേദന ഏറ്റു. യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് 33 വയസ്സ് വരെ മിണ്ടാതിരുന്നത്? കംപ്ലീറ്റ് കൽപ്പനകളും യേശു അനുസരിക്കുമായിരുന്നു. അവിടെ എന്തൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ട് അത് മുഴുവൻ യേശു അനുസരിച്ചു. 10 കൽപ്പനകൾ. ഞാനല്ലാതെ അന്യദൈവം നിനക്ക് ഉണ്ടാകരുത്, സ്വർഗ്ഗത്തിൽ ഒരു വിഗ്രഹം ഉണ്ടാകരുത്, ഇങ്ങനെ 10 കൽപ്പന അനുസരിച്ചു. മോഹിക്കരുത്, യേശു കൽപ്പന അനുസരിച്ചു. 1200 കൽപ്പനകൾ യേശു അനുസരിച്ചു. ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്തു. നോക്കിക്കേ, എന്നിട്ട് യേശുവാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത്? ഈ അനുഗ്രഹത്തിന് മൊത്തവും അവകാശി. യേശു എന്ന് പറഞ്ഞാൽ മനുഷ്യ രൂപത്തിൽ, എന്റെയും നിങ്ങളുടെയും രൂപത്തിൽ ഇറങ്ങി വന്ന യേശുവിന് കിട്ടേണ്ട റിവാർഡ്. കർത്താവ് പറയുക, ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് വാ, ഞാൻ അങ്ങോട്ട് തരാം, ഫ്രീ ആയിട്ട്, സൗജന്യമായി. ഹല്ലേലൂയ. പലർക്കും അറിയത്തില്ല എന്താണ് ഈ നീതീകരണം. അതുകൊണ്ട് നമ്മളിപ്പോഴും യേശുവിലേക്ക് വന്നിട്ട് ഞാൻ ഭാവിയാ. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ശാപങ്ങൾ മാറാത്തത്. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പോഴും അനുഗ്രഹങ്ങൾ കയറാത്തത്. നോക്കി, ഈ വാക്കുകൊണ്ടോ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. അപ്പൊ എങ്ങനെയാ നീതിമാനായത്? എങ്ങനെ വിശ്വാസം നീതിമാനായി? കർത്താവായ യേശു എന്റെ പാപത്തെ ചുമന്നുവെന്നും യേശുവിന്റെ പാപത്തിന്റെ ശമ്പളമായ മരണം വഹിച്ചുവെന്നും ഇനി ഞാൻ പാപിയല്ല, യേശുവിന് കിട്ടിയ നീതി ഇപ്പൊ എനിക്ക് തന്നു എന്നും ബൈബിൾ പറഞ്ഞു. ഞാനിപ്പോ വിശ്വാസത്താൽ, എന്ത് വിശ്വാസത്താൽ? യേശുവിലുള്ള വിശ്വാസത്താൽ ഞാനിപ്പോ നീതിമാനാണ്. കണ്ടോ, ഇപ്പൊ ദൈവം നോക്കുമ്പോ ഞാൻ പാപിയാണോ നീതിമാനാണോ? പറ. നീതിമാനാണ്. കണ്ടോ? അപ്പൊ ഞാൻ പറയുക ഞാൻ പാപിയാ കർത്താവേ എന്ന് പറയുമ്പോ തമ്പുരാൻ പറഞ്ഞു, അല്ല, നീ നീതിമാനാണ്.
ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു പോസ്റ്റ് കോഡ് ഉണ്ടല്ലേ, എഴുത്തയക്കുമ്പം നമുക്കറിയാം ലെറ്റർ വരുന്ന സമയത്ത് ഒരാൾ നമുക്ക് എഴുത്തയച്ചാൽ ആ പോസ്റ്റ് കോഡ് അനുസരിച്ചാണ്, ആ അഡ്രസ്സ് അനുസരിച്ചാണ് നമുക്ക് ലെറ്റർ വരുന്നത്. ആ ലെറ്റർ തെറ്റായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ആ എഴുത്ത് എന്ത് ചെയ്യും, വേറെ എങ്ങോട്ടേലും ഒക്കെ പോകും. അനുഗ്രഹം വീടിന്റെ വാക്ക് നോക്കൂ, ഈ വീടാണല്ലോ തമ്പുരാൻ പറഞ്ഞേക്കുന്നത്. അവർ നോക്കുമ്പം അനുഗ്രഹം വന്ന് നോക്കുമ്പോൾ നമ്മൾ പറയാം ഭാവിയാണ്. അപ്പം അനുഗ്രഹം പറയാം അഡ്രസ്സ് മാറിപ്പോയി. കാര്യം നീതിമാന്റെ വീട്ടിലാണ് ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷമുള്ളത്. നീതിമാൻ എന്നേക്കും ഓർമ്മയിൽ നിൽക്കും. നീതിമാന്റെ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും. നീതിമാന്റെ തലമുറ എന്നേക്കും നിലനിൽക്കും. നീതിമാൻ ദരിദ്രന് വാരി വിതറി കൊടുക്കും. കണ്ടോ? അപ്പൊ നിങ്ങൾ വീട്ടിൽ പറയുവാണ്, ഓ ഞാൻ യേശുവിലാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു, പക്ഷെ ഞാൻ ബ്രദറെ പാപിയാ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ വാതിൽക്ക് നിൽക്കുന്ന അനുഗ്രഹം പറയും നമുക്ക് അഡ്രസ്സ് മാറിപ്പോയി, ഇതേതോ പാപിയുടെ വീടാണ്. സ്വർഗം പറഞ്ഞത് നീതിമാന്റെ വീട്ടിൽ പോകാനാ. കണ്ടോ? ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഏറ്റു പറയുന്നതിന്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു അനുഗ്രഹം ഉണ്ട് പ്രിയരെ. കാര്യം ദൈവരാജ്യത്തിന്റെ സിസ്റ്റം ഫെയ്ത്ത് ആണ്. അപ്പൊ ഇവിടെ പറയുകയാണ്, ഇതാ ഞാൻ സിയോണിൽ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും വെക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിക്കത്തില്ല. ഇനി ശ്രദ്ധിച്ചു കേട്ടോണേ. എബ്രായ ലേഖനം 11 വാക്യത്തിൽ പറയുന്ന 6 വാക്യം, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഓ ജീസസ്, നിങ്ങൾ ദൈവത്തിന് ഒരു ബിരിയാണി ഉണ്ടാക്കി കൊടുത്ത് വിചാരിച്ചു ദൈവത്തെ നമ്മൾ കർത്താവിന്റെ സന്നിധി പോവാ, ഞാൻ നന്നായിട്ട് ആഹാരം ഉണ്ടാക്കും കർത്താവ് അത് ആഹാരം കഴിച്ചിട്ട് പ്രസാദിക്കത്തില്ല. നല്ല ഫുഡ് എന്ന് പറയും. നിങ്ങൾ പിന്നെ ജ്യൂസ് കൊടുത്തു, ദൈവത്തിന് എന്തെല്ലാം കൊടുക്കാവോ അതെല്ലാം കൊടുത്തു, ദൈവം നല്ലതാന്ന് പറയും. പക്ഷെ ദൈവം പ്രസാദിക്കുന്നില്ല. കാര്യം ദൈവം പ്രസാദിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസം കൂടാതെ, വിത്തൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്ലീസ് ഗോഡ്. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഫെയ്ത്ത് ആവശ്യമാണ്, വിശ്വാസം ആവശ്യമാണ്. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ട്രസ്റ്റ് ആണ്. ട്രസ്റ്റ്, ആശ്രയം എന്ന് പറയും. അതായത് ദൈവം എന്നെ നടത്തും, ദൈവം ഒരു സുപ്പീരിയർ പവറാണെന്നും ദൈവത്തെ കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ലെന്നുമുള്ള ഉറപ്പാണ് വിശ്വാസം. യേശു പറഞ്ഞ വാക്കെന്താണ്? കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. കണ്ടോ? അതായത് എപ്പോഴും ഓർത്തോണം, ഞാൻ ചെയ്തത് കൊണ്ടോ, ഞാൻ ഭയങ്കര പ്രാർത്ഥനക്കാരനായതുകൊണ്ടോ, ഞാൻ ഭയങ്കര രീതിയിൽ ഉപവസിച്ചത് കൊണ്ടോ, ഞാൻ ഭയങ്കര വിശ്വാസി ആയതുകൊണ്ടല്ല ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നത്. പകരം കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്ക്കുവാൻ കഴിയാത്തതുപോലെ, ഇവിടെ നോക്കിക്കേ, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 15 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ പറയുന്നു, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്ക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിച്ച വ്യക്തികളെ, വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ ജീവിക്കുവല്ല, ഞാനൊരു മുന്തിരിവള്ളിയാണ്, എനിക്കൊരു കൊമ്പുണ്ട്, ആ കൊമ്പുള്ളത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. മനസ്സിലായോ? എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല, കൃപയാണേ, കർത്താവിൻ്റെ കൃപയാണേ. കണ്ടോ? ഞാൻ ഒരാൾ ചോദിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിക്കാൻ ഇനി ശ്രദ്ധിച്ചോണം. ഇപ്പൊ നിങ്ങൾ പാപിയാണോ നീതിമാനാണോ? ഒന്ന് പറ. നീതിമാനാണ്. എങ്ങനെ നീതിമാനായി? മരിച്ചന്റെ പാപത്തിന് വേണ്ടി. അപ്പൊ ആളുകളുടെ ഒരു ചോദ്യം, പലപ്പോഴും ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യം, ബ്രദറെ, നീതിമാനാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ആളുകൾ വിശ്വാസത്തിൽ വന്നിട്ടും പാപം ചെയ്യുന്നതും തെറ്റിപ്പോകുന്നതും? അങ്ങനെ ആർക്കെങ്കിലും ചെന്ന് വന്നിട്ടുണ്ടോ? അതോ ബ്രദർ പറയുന്ന എല്ലാ യേശു പറയുവാണോ? ഉണ്ട്. പലരുടെ ഒരു ചോദ്യം ഇതാണ്, ഞാൻ നീതിമാൻ എന്ന് പറഞ്ഞിട്ടും ബ്രദർ എന്റെ മനസ്സിലും ചിന്തയിലും ശരീരത്തിലും ഒക്കെയും പലപ്പോഴും ഒക്കെ പാപ സ്വഭാവങ്ങൾ വരുന്നുണ്ട്, പാപചിന്തകൾ വരുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചോണേ, നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് നീതിമാന്മാരായി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ പൊട്ടുന്ന ഒരു ബൾബ് കൈ പിടിച്ചു നടക്കുന്ന പോലെയാണ് വിശ്വാസ ജീവിതം. ഈ പൊട്ടാൻ സാധ്യതയുള്ള ബൾബ് കൈ വെച്ചുകൊണ്ട് നടന്നാൽ എന്നാ പറ്റും? ഏത് നിമിഷവും താഴെ വീണ് പൊട്ടും.
ആണോ അല്ലയോ? സത്യമാണോ? ഇതാണ് നീതീകരണം എന്ന് പറയുന്നത്. ഇത് താഴെ വീണ് പൊട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇത് എന്റെ യോഗ്യത കൊണ്ട് കിട്ടിയതല്ലല്ലോ. ഞാൻ അയോഗ്യനാണ്, എനിക്കിത് നീതിമാനാകാൻ യോഗ്യതയില്ല, പിന്നെയും ഞാൻ പാപം ചെയ്ത് തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരു ബൾബ്, പൊട്ടാൻ നിൽക്കുന്ന ബൾബ് ഈ കയ്യിൽ പിടിച്ചോണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ അകത്ത് പേടി. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും പാപിയായ എന്നോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. പാപിയായ എന്നോട് ഞങ്ങളുടെ പാപങ്ങളെ. അതുകൊണ്ടാണ് നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഇനി ആ പ്രാർത്ഥനകൾ മുന്നോട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? കർത്താവെ, നീ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചതുപോലെ, ആ വാക്ക് നിങ്ങൾ പറഞ്ഞു, നീ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങൾ അവരോട് ക്ഷമിക്കുന്നു. അപ്പൊ നമ്മുടെ പാപങ്ങളെ യേശുക്രിസ്തു ക്ഷമിച്ചു. ഇനി ഒരു പൊട്ടാൻ നിൽക്കുന്ന ബൾബ് പിടിക്കുന്നത് പോലെയാണ് നീതീകരണം. അപ്പൊ നിങ്ങൾക്ക് പേടി വന്നില്ലേ ബ്രദറെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര നീതിമാനായി നടക്കാൻ നോക്കും. പാപം ചെയ്യാതെ, പാപചിന്ത വരാതെ, ഇങ്ങനെ ബലം പിടിക്കും തോറും എന്താ സംഭവിക്കുന്നത് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെയും പാപത്തിലേക്ക് പോകുവാൻ ടെൻഡൻസി ഉണ്ടാകും. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് ബ്രേക്ക് എടുക്കുവാണേ. ഞാൻ പറയാൻ കാരണം, നമ്മുടെ മാർച്ച് മാസം നടക്കുന്ന ഈ 31-ാം തീയതി മുതൽ കണ്ണൂരും 6-ാം തീയതി നമുക്ക് ട്രിവാൻഡ്രത്തും മീറ്റിംഗ് നടക്കുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് തൊടുപുഴയിലും 10-ാം തീയതി നടക്കുന്നുണ്ട് മീറ്റിംഗ്. അപ്പൊ ഈ മീറ്റിംഗിൽ ചില സഹോദരങ്ങൾ കർത്താവിന്റെ നാമത്തിൽ അവര് നോട്ടീസ് കൊടുക്കുവാൻ, അതായത് സുവിശേഷത്തിന്റെ നോട്ടീസ് കൊടുക്കുവാൻ അവർക്ക് താല്പര്യമുണ്ട്. തിരുവനന്തപുരത്ത് 6-ാം തീയതിയാണ്, ഏപ്രിൽ മാസം. അപ്പം ചിലരിങ്ങനെ പറഞ്ഞു, ബ്രദറെ ഞങ്ങൾ പ്രാർത്ഥനയുടെ നോട്ടീസ് അനേകയിടങ്ങളിൽ എത്തിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ചില സഹോദരിമാർ മുന്നോട്ട് വന്ന് വീടുകളിൽ കൊണ്ട് കൊടുക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം വർഗീസ് ബ്രദർ ചെയ്തായിരുന്നു. എനിക്കൊന്ന് വർഗീസ് ബ്രദർ കേരളം മൊത്തം കറങ്ങി, അതിനുവേണ്ടി പല ഭാഗങ്ങളിൽ മീറ്റിംഗ് ഉള്ളതിന് വേണ്ടി ഒരു വണ്ടി എടുത്ത് കറങ്ങിയായിരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പൊ അത് അദ്ദേഹം ഇങ്ങോട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ ഞാൻ ഒരു സ്കൂട്ടർ എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, എനിക്ക് വന്നത് എറണാകുളം മുതൽ അങ്ങ് ട്രിവാൻഡ്രം വരെ പലയിടങ്ങളിലും പോയി അത് നോട്ടീസ് കൊടുത്തു, പലയിടങ്ങളിലും. അപ്പം അങ്ങനെ ഈ പ്രാവശ്യം ചില സഹോദരങ്ങൾ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ താല്പര്യമുള്ളവർ, അങ്ങനെ ഉമ സിസ്റ്റർ ഉണ്ട് ട്രിവാൻഡ്രത്ത്, കണ്ണൂര് ഇതുവരെ പറഞ്ഞിട്ടില്ല, തൊടുപുഴയിലും അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല ആളുകൾ. അപ്പം അങ്ങനെ താല്പര്യമുള്ളവർ അങ്ങനെ അവരുടെ കൂടെ ഒരുമിച്ച് പോയി ആ നോട്ടീസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതൊരു ശുശ്രൂഷയോട്ടെ പ്രിയർ, അത് ഞാൻ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തില്ല. ഞാനത് ഒത്തിരി ചെയ്തിട്ടുള്ള ആളാണ്. അത് നമുക്ക് വീടുകളിൽ കൊടുക്കും. ചിലർ ചിലപ്പം അക്സെപ്റ്റ് ചെയ്യത്തില്ലായിരിക്കും, ചിലർ എതിർക്കുമായിരിക്കാം. അത് ബൈബിൾ തന്നെ പറയുന്നു, അങ്ങനെ എതിർക്കുന്നവർ വീട്ടിലെ കാലിലെ പൊടി തട്ടി കളയുക. അപ്പം അത് കൊടുക്കാൻ വേണ്ടി പോകുന്നവർ, ഞാൻ ഗ്രൂപ്പുകൾ എന്തുകൊണ്ടാണ് ഓപ്പൺ ചെയ്യാതെ ഇന്നും നാളെയായിട്ട് ഗ്രൂപ്പ് ഓൺ ആക്കും. ഗ്രൂപ്പ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ആളുകൾ ചുമ്മാ എന്ത് ചെയ്തു, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, പിന്നെ പാചകത്തിൻ്റെ ക്ലാസ്സുകൾ, പിന്നെ യൂട്യൂബിലുള്ള സകല വീഡിയോസുകൾ, പിന്നെ എന്ത് പറയുന്നത് സ്വർണത്തിൻ്റെ വില, ആ വില, ഈ വില, അങ്ങനെയുള്ള കുറേ വീഡിയോസുകൾ ഷെയർ ചെയ്ത് ദൈവകൃപയാൽ നമ്മൾ എനിക്ക് തോന്നുന്നു 10,000 പേരോടുള്ള ഒരു ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ 1000 പേര് അതിനകത്ത് എല്ലാവരും അല്ല കേട്ടോ, ഒരു 100-200 പേര് ചുമ്മാ അനാവശ്യം മെസ്സേജ് ഇട്ടാൽ ഫോണിനൊരു കപ്പാസിറ്റി ഉണ്ട്, മെമ്മറിക്കെല്ലാം. ഇത് ഡിലീറ്റ് ചെയ്ത് നമ്മൾ മടുക്കത്തേ ഉള്ളൂ. 1000 പേരെ നിയന്ത്രിക്കാൻ വേണ്ടി 1-2 അഡ്മിന്മാരെ അതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഗ്രൂപ്പ് ഓൺ ആക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള മെസ്സേജുകൾ ചിടരുതേ. പിന്നെ ഡിലീറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഒരു വിഷമാവും, പിന്നെ സങ്കടമാവും, പിന്നെ ബ്രദറിനോട് പിണക്കമാവും. അതൊന്നും നിങ്ങൾ, അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഈ ഗ്രൂപ്പുകൾ ഓൺ ആക്കുന്നത്. ഈ ഗ്രൂപ്പ് ഓൺ ആക്കാൻ വലിയ സന്തോഷകാരി. ഒരു എമർജൻസി പ്രയർ റിക്വസ്റ്റ് ഒക്കെ വന്നാൽ അതിൻ്റെ അകത്തേക്ക് ഇട്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നു നേരത്തെ. ഇപ്പം അത് ലോക്ക് ചെയ്യാൻ കാരണം അനാവശ്യമായിട്ടുള്ള ചില ആൾക്കാർ മെസ്സേജ് ഇടുന്നുകൊണ്ടാണ്. ഈ സിനിമാ പാട്ടുകളും അതും ഇതുമൊക്കെ ചുമ്മാ എല്ലാ സെലിബ്രേഷനുകളൊക്കെ അതിനകത്ത് ഇടും. അപ്പം ഇത്രയും പേര് അതിൻ്റെ അകത്തുള്ളത് കൊണ്ട് നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഒത്തിരി പേര് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നാമത് ഗ്രൂപ്പുകളൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പ് ഓൺ ആക്കാത്തത്. പക്ഷേ നമ്മുടെ മീറ്റിംഗ് അടുത്തത് കൊണ്ട് നാളെ മുതൽ ഗ്രൂപ്പ് ഓൺ ആക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ സ്ഥലങ്ങളിലും നോട്ടീസ്, നിർബന്ധമൊന്നുമില്ല. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എനിക്ക് ഒരു കാര്യം സുവിശേഷ നിമിത്തം നിർബന്ധിക്കുവാൻ താല്പര്യമില്ല. കാര്യം ബൈബിൾ നമുക്ക് ആ ദൈവത്തോടുള്ള ഇഷ്ടം കൊണ്ടും പ്രേരണ കൊണ്ടും ചെയ്യുമ്പോൾ അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഒരു മാതൃക നല്ലതാണ്, ഒരാൾ ചെയ്യുമ്പോൾ നമുക്കൊരു മാതൃക നല്ലതാണ്. അപ്പം അങ്ങനെ താല്പര്യമുള്ളവർ ബ്രദർ 3 പേരുണ്ട്. റൂമ സിസ്റ്ററും പ്രീത സിസ്റ്ററും അതുപോലെ
ബെറ്റ്സി സിസ്റ്റർ അങ്ങനെ 3 പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഉണ്ട്. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. ഇനി ആരെങ്കിലും ഒക്കെ അങ്ങനെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് സഹോദരിമാർ തമ്മിൽ ബന്ധപ്പെടുക. ഗ്രൂപ്പ് ഞാൻ ഓൺ ആക്കുന്നതായിരിക്കും. അപ്പോൾ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നമുക്ക് ചുരുങ്ങിയ സമയമുള്ളൂ. ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ചു. പിന്നെ നമുക്ക് നോട്ടീസും ഒക്കെ റെഡി ആയ ടൈം വന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ ഗ്രൂപ്പുകളിലുള്ളവർ, ആഗ്രഹമുള്ളവർ അവർ തമ്മിൽ കൂടുക. ഒരാൾ മുന്നോട്ട് വന്നാലേ ഉള്ളൂ മറ്റാൾക്കാരും പറയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആര് പറയും നോക്കി നിൽക്കേണ്ട. അതൊരു ശുശ്രൂഷയാണ്. ദൈവം പ്രതിഫലം തരും. ബ്രദർ ഒന്നും തരത്തില്ല. ചിലപ്പോൾ ബ്രദർ ഒന്നും നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. അത് എപ്പോഴും ഓർത്തോണം, ദൈവമാണ് ചെയ്യുന്നത്. ദൈവത്തിന് വേണ്ടി ചെയ്യുക. സുവിശേഷ നിമിത്തം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മഹാകാര്യമാണ് എന്ന രീതിയിലേ ചെയ്യാവുള്ളൂ. അങ്ങനെ താല്പര്യമുള്ളവർ ഗ്രൂപ്പുകളിലേക്ക് ബന്ധപ്പെടുക. ഒറ്റയ്ക്ക് പോകുന്നവരുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വേറെ ആർക്കെങ്കിലും ഇനി പറഞ്ഞില്ലയോ ബ്രദർ, ചിലർ പറയും നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വരായിരുന്നു എന്ന് പറയുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ആഗ്രഹമുള്ളവർ ബന്ധപ്പെടുക. അവർ നിങ്ങളുമായിട്ട് പോയി ഭവനങ്ങൾ സന്ദർശിക്കുക. ഇനി അവിടെ രോഗികളുണ്ടെങ്കിൽ ചോദിക്കാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിക്കുക. അവർക്ക് കൊടുക്കുക. ആരെയും ഫോഴ്സ് ചെയ്ത് വേണ്ട. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിലൂടെ കർത്താവ് പ്രവർത്തിക്കും. ആമേൻ. ഗോഡ് ബ്ലസ് യു. അപ്പോൾ നമുക്കിനി പ്രാർത്ഥനയ്ക്ക് വലിയ ദിവസങ്ങളൊന്നുമില്ല. കർത്താവ് സഹായിക്കട്ടെ. ഇനി കേട്ടെ, അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? നീതിമാനാണ്. അപ്പം നീതിമാനാകുമ്പോൾ ഒരു ബൾബ് കൈ പിടിക്കുന്ന ഒരു അവസ്ഥ. പേടിച്ചില്ലേ നിങ്ങൾ? ഇവിടെയാണ് ഈ ബൾബ് പൊട്ടാതിരിക്കുവാൻ സേഫായിട്ട് കോട്ടയത്തുനിന്ന് കണ്ണൂർ വരെ ഈ ബൾബ് പൊട്ടാതെ സേഫായിട്ട് കൊണ്ടുപോകാൻ എന്നാ വഴി? ഒന്ന് പറഞ്ഞു തരാമോ ആരെങ്കിലും? ഒരു എളുപ്പമാർഗം പറഞ്ഞു തരാമോ? എന്തെങ്കിലും കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കണം. പൊതിഞ്ഞു കൊണ്ടുപോകണം. അതിന്റെ കവറിനകത്താക്കി ഭദ്രമായി ഒരു നിങ്ങൾക്കറിയാം, ഈ വിദേശത്ത് നിന്നൊക്കെ, പ്രത്യേകിച്ച് വിദേശത്ത് നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഗ്ലാസ് കൊണ്ടുള്ള സാധനങ്ങളോ എക്സ്പെൻസീവ് ആയിട്ടുള്ള പൊട്ടാൻ സാധ്യതയുള്ള സാധനങ്ങളോ എങ്ങനെയാ പാക്ക് ചെയ്യുന്നത് നിങ്ങൾ? ബബിൾ റാപ്പ്. നിങ്ങൾ ബബിൾ റാപ്പ് കൊണ്ട് അതിനെ റാപ്പ് ചെയ്തിട്ട് കട്ടിയുള്ള നല്ല തുണി കൊണ്ടോ എന്തെങ്കിലുമൊക്കെ എന്താ പറയുന്നത് കമ്പിളി കൊണ്ടോ ഒക്കെ എന്ത് ചെയ്യും, ഇതിനെ സേഫ്, അതായത് എടുത്ത് എറിഞ്ഞാൽ പോലും, എയർപോർട്ടിലൊക്കെ എടുത്ത് എറിഞ്ഞാൽ പോലും പൊട്ടാത്ത രീതിയിൽ ബബിൾ റാപ്പ് കൊണ്ട് പൊതിയുകയും അങ്ങനെയുള്ള സാമഗ്രികൾ കൊണ്ട് അതിനെ കവർ ചെയ്യും. എന്തിനാ ഇത് കവർ ചെയ്യുന്നത്? കവർ ചെയ്താൽ സേഫാണ്. ഇതുപോലൊരു കവറിങ് ആണ് പരിശുദ്ധാത്മാവ്. എന്നെ നീതിമാനാക്കിയിട്ട് പരിശുദ്ധാത്മാവ് എന്ന സഹായകനെ കൊണ്ട് എൻ്റെ നീതിയെ പൊതിഞ്ഞിരിക്കും. എന്നിട്ട് പറയുകയാണെ, ആ പരിശുദ്ധാത്മാവിൻ്റെ കരം പിടിച്ചിന് നടന്നു. കണ്ടോ? എന്നെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് യൂദാ പറയുന്നു. എങ്ങനെയാണെന്നറിയാവോ? യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിച്ച നീതിമാന്മാരെ പാപിയാന്ന് പറയണ്ട. അയ്യോ ബ്രദർ, എൻ്റെ പാപ ചിന്ത എൻ്റെ മനസ്സിൽ വരുമോ ബ്രദർ, ഇപ്പൊ പാപം ചെയ്യും. ഉടനെ പറ, പരിശുദ്ധാത്മാവേ അങ്ങൻ്റെ കൂടെ ഉണ്ടല്ലോ, അങ്ങനെ സഹായിക്കും, അങ്ങനെ നടത്തും. യേശു എന്താ പറഞ്ഞത്? ഞാൻ പോയ ശേഷം കാര്യസ്ഥൻ വരും, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. കണ്ടോ? ഇപ്പൊ പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് നീതിമാന്മാരുടെ ജീവിതം. ഇവിടെ പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ടാണ്, പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും കർത്താവെ പാപിയായ യേശുവിനെ രക്ഷിതാവേശം പലരും പറയും, ബ്രദറെ ഇങ്ങനെയൊന്നും പറയുന്നത് കൊണ്ട് ബ്രദർ കുറയുമ്പോഴേക്കും ഞാൻ ആദ്യമൊക്കെ വിശ്വാസി വന്നത് പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ പറയും ആരംഭ ശൂരത്വം 3 മാസം. ഇപ്പൊ കൃപയാൽ ഏകദേശം എനിക്ക് പറയുന്നത് 10 വർഷമൊക്കെ മേളിലായി. ആമേൻ. അപ്പൊ ഇത് പറയുമ്പോൾ ആൾക്കാരുടെ ചിന്തയിൽ ബ്രദർ ഭയങ്കര നീതിമാൻ കളിച്ചിറങ്ങി ഇപ്പം മറിഞ്ഞു വീഴും. എൻ്റെ പ്രിയരെ, ഒരു കാര്യം ഉറപ്പ്, ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്, നടക്കുന്നതല്ല ദൈവം നടത്തുന്നതാണ്. വീഴാനാണെങ്കിൽ എന്നേ വീഴാനാ, തകരാനാണെങ്കിൽ നമ്മളൊക്കെ എന്നേ തകർന്നേനെ. പിശാചിൻ്റെ ഒരു തട്ടുപോരെ. പക്ഷെ പിശാചെ നീ തട്ടാൻ കൈപൊക്കിയാൽ യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ച പരിശുദ്ധാത്മാവ് വെറുതെ ഇരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നമ്മൾ ദൈവത്തിനുള്ളവരാണ്. ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ റോള് വിശ്വാസി ജീവിതത്തിൽ ചെറുതൊന്നും അല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, അപ്പൊ നമ്മൾ വിശ്വാസത്താൽ ഒരു സ്റ്റെപ്പ്, ഞാൻ വിശ്വസിക്കുക കർത്താവ് എൻ്റെ വീട് മൊത്തം തകർന്ന് അരിപ്പടമായിട്ട്, നിങ്ങളുടെ ഉദാഹരണമാണ്. ഒരാൾ പറയുക വീട് മൊത്തം ജപ്തിയാണ്, എൻ്റെ കുടുംബം മൊത്തം തകർന്നിരിക്കുവാണ്, എനിക്ക് മുന്നോട്ട് പോകാൻ വഴിയില്ല, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവെ എങ്ങനെ അത്ഭുതം. അപ്പം അവിടെയാണ് വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിലുള്ള നിങ്ങളുടെ അനുഗ്രഹങ്ങളെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരാളുണ്ട്. ഇപ്പം നമ്മൾ ഒരു സ്വിച്ച് ഇടുമ്പോൾ ബൾബ് കത്തി, ജീവിതത്തിൽ ആദ്യമായിട്ട് ബൾബ് കാണുന്ന ഒരു വ്യക്തിക്ക് ഇത് അതിശയമല്ലേ? ഇതെന്ത് പരിപാടിയാ? ഒരു വെള്ള സ്വിച്ചേ പോയി ഇട്ടപ്പം അകത്ത് ഇരുട്ട് മൊത്തം മാറി വെട്ടം വന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് വെളിച്ചം കാണുവാണ് ആ വ്യക്തിയെ. ഇയാൾക്കിത് അതിശയിക്കുക, ഇതെങ്ങനെയാ സഹോദര? നിങ്ങൾ ആ മുറിയുടെ ഏതോ ഒരു അറ്റത്ത് പോയൊരു സ്വിച്ച് ഇട്ടപ്പം ഈ ബൾബ് കത്തിയല്ലോ.
ബൾബെന്നൊന്നും അറിയത്തില്ല, ഇവിടെ ഒരു വെട്ടം വന്നല്ലോ. അപ്പൊ നിങ്ങൾ പറയും അതെന്താ കാരണം എന്നറിയാവോ? ആ ബൾബിലേക്ക് ഒരു കരണ്ട് പാസ് ചെയ്തു. ഈ ലൈറ്റ് അവിടെ വരാൻ ഒരു കരണ്ട് അവിടെ ഉണ്ടായി. ഇതേപോലെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ഞാൻ നീതിമാനാണ്, നീതിമാൻ സർവ്വജാതിക്കും മീതെ ഉന്നതനാകും. അടുത്ത വാക്യം നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ നീതിമാൻ ഗർഭഫലവും കൃഷിഫലവും അനുഗ്രഹിക്കപ്പെടും. നീതിമാൻ ഞാൻ വയലിൽ അനുഗ്രഹിക്കപ്പെടും. നീതിമാൻ അകത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. നീതിമാൻ പറയുന്നു എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ. ഈ വചനം പറയുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാമോ? കരണ്ട് വരുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിശ്വാസത്തെ മാനിക്കും. പക്ഷെ നമ്മൾ പരിശുദ്ധാത്മാവിനെ കാണാത്തത് കൊണ്ടാണ് പലപ്പോഴും ബ്രദറെ ഞാൻ എന്നാ ചെയ്യേണ്ടത്, ഈ അനുഗ്രഹം കിട്ടാൻ വേണ്ടി എന്നാ ചെയ്യണം. പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള സാക്ഷ്യമല്ല, ഒരു സഹോദരി ഭയങ്കര ഇഷ്ടംപോലെ സമ്പത്തുള്ള സഹോദരിയാണ്. അപ്പൊ എന്നോട് ഒരു ദിവസം ആരോ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു, ഒരു ക്രിസ്തുമത വിശ്വാസിയല്ല. എന്നോട് ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ എനിക്കൊരു വിടുതൽ ആവശ്യമാണ്, എനിക്ക് ശാരീരികമായിട്ട് രോഗമുണ്ട്, ദേഹത്ത് മുഴുവൻ ഭയങ്കര രോഗ വിഷയമാണ്, ഒരു പൈശാചിക ഉപദ്രവം അവരുടെ ഭവനത്തിലുണ്ട്. എന്നോട് ഒറ്റ വാക്കാ പറഞ്ഞു, ബ്രദറെ ആദ്യം തന്നെ പറഞ്ഞു, ബ്രദറെ എന്നോടൊന്നും തോന്നരുത്, എത്ര ലക്ഷം വേണേലും മുടക്കാം. ഞാൻ ഓർത്ത് എൻ്റെ പൊന്നെ എന്നാൽ ഇപ്പോൾ ഒരു 10 ലക്ഷം പറഞ്ഞേക്കാം, ഒരു 10 ലക്ഷം രൂപ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. ഞാൻ പറഞ്ഞു, സഹോദരി 10 ലക്ഷം തന്നാലും 20 ലക്ഷം തന്നാലും ഇതിലൊന്നും കാര്യമില്ല, ദൈവപ്രവൃത്തി സൗജന്യമാണെന്ന് ഞാൻ പറഞ്ഞു. ഭയങ്കര അതിശയമായ സഹോദരി. കാരണം വെച്ചാൽ സാധാരണ അവർ പോയോടത്ത് എല്ലാം ആൾക്കാർ പറയുവാണ് ഇന്ന ഫീസുണ്ട്. ഒത്തിരി അവർ ചെയ്തു, അവരുടെ വീട്ടിൽ ചെയ്യാത്ത ഒരു കർമ്മവും ഇല്ല, ഒരു പരിപാടിയില്ല, വിളിക്കാത്ത എല്ലാ മതത്തിലുള്ള ആൾക്കാരും വന്ന് അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ പൈശാചിക ബന്ധനം പോകുന്നുമില്ല, അവരുടെ ജീവിതത്തിൽ മാറ്റമില്ല. ഞാൻ മാത്രമാണ് പറഞ്ഞത് സൗജന്യമാണ്. അപ്പൊ അതെന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ പൈസ കൊടുക്കണ്ടല്ലോ, ഫ്രീ അല്ലേ. അപ്പൊ ഇത് കൂടുതൽ അറിയാൻ ഒരു ആഗ്രഹം. ഞാൻ പറഞ്ഞു സൗജന്യമാണ്, കേട്ടോണം. എന്നിട്ട് ഞാൻ പറഞ്ഞു ആദ്യത്തെ സ്റ്റെപ്പ് യേശുവിനെ കർത്താവായി സ്വീകരിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് വചനത്തിൽ വിശ്വസിക്കണം. ഒറ്റ ഇരിപ്പിക്കൊണ്ട് പുള്ളിക്കാരി ആ വചനം കാണാപ്പാടം പഠിച്ചു. ലൂക്കോസ് 10:19 പാമ്പുകളെയും തേളുകളെയും ഒറ്റ സെക്കൻഡ് കൊണ്ട്. അപ്പൊ അത്രത്തോളം ആ സഹോദരിക്ക് വിടുതൽ ആവശ്യമായിരുന്നു. 10-15 മിനിറ്റ് കൊണ്ട് ആ വചനം കാണാപ്പാടം പഠിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട, ഇന്നു മുതൽ കൂട്ടായ്മ ആചരിക്കുക, വചനത്തിൽ ബലപ്പെടുക, കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുക, യേശുവിന്റെ വചനം പറയുക. നിങ്ങൾക്കറിയാമോ, വചനം പറഞ്ഞപ്പോൾ വീടിൻ്റെ അകത്തുണ്ടായിരുന്ന പിശാചിന്റെ ഉപദ്രവം ഉണ്ടായിരുന്നു. ഒരു ദുരാത്മാവ് ഭവനത്തിലുണ്ടായിരുന്നു. അവരെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ ഭവനത്തിൻ്റെ അകത്ത് ശല്യമായൊരു ദുരാത്മ ശക്തി ഉണ്ടായിരുന്നു. പലരും വന്ന് പലതും കുടുംബത്തിൽ ലക്ഷങ്ങൾ മുടക്കിയിട്ട് മാറാത്ത വിഷയം യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് കർത്താവിന്റെ വചനം പറഞ്ഞുകൊണ്ട് പറയാം, ബ്രദറെ എനിക്കിപ്പോൾ വേദനയും മാറി, വീട്ടിലെ പൈശാചിക ഉപദ്രവം മാറി, ഭയങ്കര ശല്യമായിരുന്നു, ഒരു ബാധയുണ്ടായിരുന്നു വീട്ടിൽ, അതെല്ലാം വിട്ടുപോയി. കണ്ടോ, എത്ര രൂപ ബ്രദറിന് തന്നു? 0. അതെന്താ ബ്രദറെ സൗജന്യമായത് കിട്ടിയത്? പ്രിയരെ, അത് സൗജന്യമല്ലായിരുന്നു, യേശു വില കൊടുത്തത് കൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുമ്പോൾ കിട്ടുന്നത്. ഇപ്പം മനസ്സിലായോ? അതുകൊണ്ടാണ് യേശു പറഞ്ഞത് സൗജന്യമായി നിങ്ങൾക്ക് കിട്ടിയത് സൗജന്യമായി കൊടുക്കണം. ഹല്ലേലൂയ. എങ്ങനെ ഇത് സൗജന്യമായി കിട്ടിയത്? യേശു വില കൊടുത്ത് വാങ്ങിട്ട് പറയും, നീ എടുത്തോ, ഫ്രീ ആണ്. ആമേൻ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഓർക്കും ക്രിസ്തീയ ജീവിതം എന്തൊരു അനുഗ്രഹം, എന്തൊരു പാടാന്നല്ല. ഒന്നുമല്ല, യേശു കൊടുത്ത വിലക്കകത്ത നിൽക്കുന്നത് നമ്മള്. കർത്താവ് ക്രൂശിൽ. അതുകൊണ്ടാണ് നീതിമാൻ എന്നുള്ള വാക്ക് മാറുന്നത്. പാപചിന്തകൾ വരുമ്പോൾ ഭയപ്പെടരുത്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ജഡം വീണ്ടെടുക്കപ്പെടാത്തത് കൊണ്ട് പാപചിന്തകൾ വരും. പാപചിന്തകൾ നിങ്ങൾക്ക് ഓവറായിട്ട് വരുവാണെങ്കിൽ പരിശുദ്ധാത്മാവേ ഒരൊറ്റ വിളി മതി, പരിശുദ്ധാത്മാവേ അങ്ങനെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ ഇതൊന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളെ വീഴാതെ വണ്ണം സൂക്ഷിക്കും. പ്രിയരെ, യൂദായുടെ ലേഖനം പറയുന്നു, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴും. കണ്ടോ, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴും. യൂദ പറയുന്നു വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ ആരാണ് സൂക്ഷിക്കേണ്ടത്? നിൽക്കുന്നെന്ന് തോന്നരുത്, നിർത്തുവാനേ തോന്നാവുള്ളൂ. പറഞ്ഞാട്ടെ, ഞാൻ നിൽക്കുവല്ല, ദൈവം എന്നെ നിർത്തിയതാന്ന് പറ. ഞാൻ നിൽക്കുകയല്ല, ദൈവം എന്നെ നിർത്തിയതാണ്. ഇനി എന്റെ കൂടെ പറ, എന്റെ ഏതു പ്രതിസന്ധിയിലും യേശു എന്നെ നിർത്തും.
എന്റെ എന്റെ ഏത് വിഷയത്തിലും യേശു എന്നെ നടത്തും. ലോകത്തിൽ യുദ്ധം വന്നാലും, ലോകത്തിൽ പ്രതിസന്ധി വന്നാലും, ലോകത്തിൽ എന്തൊക്കെ വന്നാലും ദൈവം എന്നെ നിർത്തും. ദൈവം എന്നെ നിർത്തും. ഒരു പാറ പോലെ ദൈവം എന്നെ നിർത്തും. ഒരനർത്ഥവും എനിക്ക് വരത്തില്ല. ഒരു ബാധയും എന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. യേശുവിനെ അനുഗമിക്കണമേ. ദൈവത്തെ മാമോനെ ഒരേപോലെ സേവിക്കാൻ കഴിയത്തില്ല പ്രിയരെ. യേശുവെ എന്ന് വിളിച്ചുകൊണ്ട് വിഗ്രഹത്തിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല പ്രിയരെ. ദൈവത്തെ മാമോനെ ഒരേപോലെ സേവിക്കാൻ കഴിയത്തില്ല. യേശു ക്രിസ്തുവിനെ അനുസരിക്കുന്നുവെങ്കിൽ, ഏക മധ്യസ്ഥനും സത്യദൈവമായ ദൈവത്തെ അനുഗമിക്കുന്നുവെങ്കിൽ അവിടുന്ന് അനുഗ്രഹം ഉണ്ടാകും. ആരെ പിടിച്ചാൽ ഊര് കിട്ടുമെന്നുള്ള മൈൻഡൊക്കെ മാറണം. പിശാച് തരുന്ന അനുഗ്രഹങ്ങളൊന്നും ശാശ്വതമല്ല. അത് കുറെ കഴിയുമ്പോൾ പോകും. ദൈവം തുറക്കുന്ന ഉറവ ഇന്നുകൊണ്ട്, ഹാഗറിന് വേണ്ടി തുറന്ന ഉറവ ലോകത്തിൽ ഇന്നുകൊണ്ട് അടയാളമായി. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ എന്റെ പ്രിയരെ, ഈ ദിവസങ്ങളിൽ പറയണം ദൈവം എന്നെ നിർത്തും. അപ്പൊ അയൽപക്കത്തെ ചേച്ചി ചോദിക്കും, ചേട്ടൻ ചോദിക്കും, എന്റെ സഹോദരി, എന്റെ പ്രിയരെ, എങ്ങനെ നിങ്ങൾക്ക് ദൈവം നിർത്തുമെന്ന് പറയാൻ പറ്റും? എന്റെ സഹോദര, അതൊന്നും എനിക്കറിയത്തില്ല. ഒരു കാര്യം എനിക്കറിയാം, എന്റെ കർത്താവായ യേശുവിന്റെ വചനം ഞാൻ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് അത് പ്രവർത്തിക്കും. കണ്ടോ? നമ്മൾ ആളുകളുടെ ചോദ്യം നോക്കണ്ട, ദൈവത്തെ നോക്കുക. അതാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുക. അപ്പൊ നിങ്ങൾ ഇനി ആരാണ്? പാപിയാണോ? ഇനി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നിങ്ങളിപ്പോ എവിടെയാണെന്നറിയോ? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും നമ്മളെ വിടിവിക്കൂ വിടിവിച്ചു. തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ കയറിയപ്പോ ഇരിക്കുക. അപ്പൊ ഈ രാജ്യത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ഈ രാജ്യത്തിലെ ബെനിഫിറ്റ് കിട്ടത്തില്ല. ഈ രാജ്യത്തിലെ അനുഗ്രഹം കിട്ടണമെങ്കിൽ ഇവിടെ വിശ്വാസത്താൽ വിളിച്ചു പറയണം. ഇപ്പൊ മനസ്സിലായോ? രക്ഷിക്കപ്പെട്ടിട്ടും പലപ്പോഴും പലതും കാണാൻ കഴിയാത്തല്ല നമ്മൾ പ്രവർത്തിയാൽ അന്വേഷിക്കുന്നത് കൊണ്ട് ഇടർച്ചക്കല്ലിന്മേൽ തട്ടി താഴെ പോകും. പറയണമേ. അയ്യോ ബ്രദറെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാവേ. ഈ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പിശാചിന്റെ ഒരു കള്ളത്തരമാണ്. എനിക്ക് വിശ്വാസമുണ്ട് എന്നെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കും? ബ്രദർ, എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. എങ്ങനെ മനസ്സിലാവും ഭയങ്കര വിശ്വാസം ഉണ്ടെന്ന്? അത് തന്നെ, വാ തുറന്നാൽ അറിയാം. നമ്മുടെ നാട്ടുഭാഷയാണ്, ലോക്കൽ ഭാഷയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വാ തുറന്ന് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന്. വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയും. ഇപ്പൊ മനസ്സിലാവും. ചിലർ പറയും, എൻ്റെ ബ്രദറെ, എനിക്ക് വിശ്വാസമില്ലെന്ന് ലോകത്തിൽ ഞാൻ ആരാന്നറിയോ? ഞാൻ എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭയങ്കരവാ. സംസാരിച്ച് കൊടുക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു വിശ്വാസവും ഇല്ല. വിശ്വാസം ഉണ്ടെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യും വാക്കുകളിൽ. വിശ്വാസം ഉണ്ടെങ്കിൽ വാക്കുകളിൽ അത് പുറത്തേക്ക് വരും. കണ്ടോ? വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചുമ്മാ നമ്മൾ പറയുന്നൊരു ഭംഗിവാക്കാ. ഞാൻ വിശ്വസിക്കുന്നു അല്ല, പറയണം. പറയുമ്പോൾ അറിയാൻ പറ്റും വിശ്വാസം ഉണ്ടോ എന്ന്. ചിലരുണ്ട് ഭയങ്കര വിശ്വാസം, വാ തുറന്നാൽ പോയി, നെഗറ്റീവേ പറയത്തുള്ളൂ. ആമേൻ. അപ്പൊ നെഗറ്റീവ് പറയുമ്പോൾ ഓർത്തോണം, ഇത് അവിശ്വാസം, അതിനെ ക്യാൻസൽ ചെയ്യണം. അയ്യോ ബ്രദറെ, ഞാൻ എന്നെ അങ്ങനെ പറയുന്നത് യേശുവിന്റെ നാമത്തിൽ ആ പെറുപെറുപ്പിനെ ഞാൻ ക്യാൻസൽ. പെറുപെറുപ്പാണ്. അപ്പൊ ഈ ദൈവരാജ്യം നോക്കിക്കേ, പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. അപ്പൊ നിങ്ങൾ ഇരിക്കുന്നത് ഈ രാജ്യത്തിലാ. ആ രാജ്യത്തിന്റെ പാസ്പോർട്ടാണ് ബൈബിൾ. ഈ രാജ്യത്തിലെ പൗരത്വമാണ് പുത്രത്വം. ഇത് കിട്ടിയവരാ നിങ്ങൾ. അപ്പൊ രാജ്യത്തിലുള്ളവരെ പോലെ പറയണേ, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. യേശുവേ, ഇന്നെല്ലാവരും കേട്ട ഞാൻ പറഞ്ഞ പാപിയല്ല, നീതിമാനാണ്. നീതിമാന്റെ കുടുംബത്തിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷമുണ്ട്. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ഓ ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാനിന്ന് കൽപ്പിക്കുന്നപ്പ, ഈ കൃഷ്ണദത്തൻ എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കേൾക്കുക. ആ കുടുംബവുമായിട്ട് ബന്ധമുള്ള, ഈ പേരുമായിട്ട്, കുടുംബമാണോ അതോ ആ വ്യക്തിയുമായിട്ട് ബന്ധമുള്ളത് ആരാണോ, ഇനി കുടുംബം അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട്, കൃഷ്ണദത്തൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, ഒരു കണക്ഷനാണ് ഞാൻ കാണുന്നത്. ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ കാണുന്നത്. ആ പേരുമായിട്ട്, ഇനി കുടുംബമല്ല, ആ വ്യക്തിയുമായിട്ടാണ് കണക്ഷനെങ്കിൽ ആരാണോ അത്, ഞാൻ എൻ്റെ ഉള്ളത്തിൽ ഒരു വാക്കിങ്ങനെ പറയുകയാണ്, ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ആ വ്യക്തിയുമായിട്ട് കണക്ഷനുള്ള ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ അത്ഭുത കരം ഇന്ന് അവിടെ വെളിപ്പെടുക. ഇന്ന് സൂമിലോ
ആ ബ്രദർ എന്തോ പറയണമെന്ന് പറഞ്ഞല്ലോ. അത് സിസ്റ്റർ അത് പറഞ്ഞ ഞാൻ ഇതിന്റെ കാര്യമായിരുന്നു, ഈ നോട്ടീസ് കൊടുക്കുന്നതിന്റെ മീറ്റിംഗിന്റെ കാര്യമായിരുന്നേ. ആമേൻ. ഇത് സൂമിലോ യൂട്യൂബിലോ എവിടെയാണോ, ഏത് പ്ലാറ്റ്ഫോമിൽ ഇരുന്നാണോ ഈ വ്യക്തി കേൾക്കുന്നത്, മ്യൂട്ട് മാറ്റി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പറയണം. യേശുവിന്റെ നാമത്തിൽ ഇങ്ങനൊരു വാക്ക് ഞാൻ പറയാം: ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? താങ്ക് യു ഹോളി സ്പിരിറ്റ്. ബാക്കി എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്ത്, ആലോചന ഇടപെടുന്നവർ മാത്രം മ്യൂട്ട് മാറ്റിയാൽ മതിയേ. ലോർഡ് ജീസസ്, എന്റെ യേശുവേ, ഞങ്ങൾ ഇന്ന് കൽപ്പിക്കുന്നപ്പാ. മൈക്ക് മ്യൂട്ട് ചെയ്ത്, മൈക്ക് മ്യൂട്ട് ചെയ്ത്, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നപ്പാ. ഭവനങ്ങളുടെ അകത്ത് കർത്താവിന്റെ പ്രവർത്തികൾ വെളിപ്പെടുന്നല്ലോ. രോഗികൾ ഈ സമയത്ത് കൈയെടുത്ത് വെച്ച് അത്ഭുത രോഗസൗഖ്യം ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് മേൽ വേണമെന്ന് ആഗ്രഹമുള്ളവർ, ഈ രാജ്യത്തിന്റെ സിസ്റ്റം വെളിപ്പെടാൻ വേണ്ടി പോവാ. ഇത് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി: യേശുവിന്റെ രോഗത്തെ വഹിച്ചു, കർത്താവിന്റെ വേദന വഹിച്ചു, യേശു ക്രിസ്തുവിന്റെ രോഗത്തെ വഹിച്ചു, കർത്താവിന്റെ അടിപ്പിണരാൽ സൗഖ്യം എനിക്ക് വന്നിരിക്കുന്നു. എന്റെ രോഗം യേശു വഹിച്ചു, എന്റെ വേദന യേശു വഹിച്ചു. ഞാൻ രോഗിയാകത്തില്ല. ദിവ്യ ആരോഗ്യം എന്റെ അവകാശമാണ്, ആരോഗ്യം എന്റെ അവകാശമാണ്, അത്ഭുതം എന്റെ അവകാശമാണ്. ഇപ്പോൾ തന്നെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുക. ലോർഡ് ജീസസ്, ഞാനൊരു പഴയ നിന്നുപോയ ഒരു ക്ലോക്ക് ഞാൻ കാണുക. ചെറിയൊരു ക്ലോക്കാ. അത് നിന്നുപോയ സമയം 12 മണിക്ക് നിന്നിരിക്കുന്ന ഒരു ക്ലോക്ക്, ചെറിയ ക്ലോക്കാണ് ഞാൻ കാണുക. ഒരു വീടിൻ്റെ അകമാണ് ഞാൻ കാണുന്നത്. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു നിർബന്ധം തരുവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ വ്യക്തിയെ ബന്ധപ്പെടുത്തി കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഒരു വാക്ക് പറയണം. ഏത് വ്യക്തിയുടെ ഭവനത്തിലാണോ ഈ ക്ലോക്ക് ഇരിക്കുന്നത്, ഈ ടൈം ക്ലോക്കോ എന്താണോ സമയം സ്റ്റക്കായി നിൽക്കുന്നത്, ഈ ടൈം സ്റ്റക്കായി നിൽക്കുന്ന വീട്, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ സമയവുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് ഒരു വാക്ക് ഞാൻ കേൾക്കുക. 2015 എന്ന് പറയുന്ന ഒരു വർഷം ആ വ്യക്തിയായിട്ട് ഞാൻ കേൾക്കുക. ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്ത് 2015 എന്ന് പറയുന്ന ഒരു വർഷത്തിൻ്റെ അകത്ത് ഇങ്ങനൊരു വാക്ക് ഞാൻ കേൾക്കുവാണ്. ഒരു 4 ചുവര് നിൽക്കുന്ന ഒരു മതില് വന്ന് നിൽക്കുന്നത് പോലെ ഒരു അനുഭവം ആ വ്യക്തിയുടെ വീടിൻ്റെ അകത്ത്, ഭവനത്തിൻ്റെ അകത്തുണ്ടായി. ആ വ്യക്തിയുടെ ജീവിതത്തെ ഇന്ന് കർത്താവ് തൊടുക. ആ മതിലുകളെ ഇടിച്ചു കളഞ്ഞ്, എരിഹോം ഇടിയുന്നത് പോലെ ഇടിച്ചു കളഞ്ഞ് തമ്പുരാന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം വേർതിരിക്കാൻ വേണ്ടി പോവാം. ആരാണോ വ്യക്തി യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് അതിനെ സ്വീകരിച്ചോണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിന്റെ ശക്തമേറിയ സാന്നിധ്യം ആ ഭവനത്തിൽ വെളിപ്പെടും. പറഞ്ഞു നിന്നിരിക്കുന്ന ക്ലോക്ക് ഇവിടെ ഉണ്ട്. സിസ്റ്ററുടെ ഭവനത്തിലാണോ? അതെ. ഇന്ന് യേശു ഈ സമയം തന്നെയാണോ? 12 മണിയാ നോക്കിക്കൊണ്ടിരിക്കുക. ആ ഓക്കെ. ഇൻ ദ നെയിം. എത്ര നാളായി സിസ്റ്റർ അറിയാൻ പറ്റും നിന്നിരുന്നിട്ട്? എനിക്ക് കൃത്യം ഓർമ്മയില്ല. ഹസ്ബൻഡൊക്കെ മരിക്കുന്നതിന് മുൻപാ. കണ്ടോ? യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ ക്ലോക്കാ കണ്ടോണ്ടിരിക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ ചുവരുകൾ ഇന്ന് ഇടിയുക കേട്ടോ. ആ ലിമിറ്റേഷൻ ഇന്ന് ഇടിയുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്നെന്റെ ബർത്ത്ഡേയും കൂടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവേ, ഇന്നത്തെ ജന്മദിനത്തിൽ തന്നെ ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കയറട്ടെ. ആ ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ, അത്ഭുതമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ അനുഗ്രഹത്തെ സ്വീകരിച്ചു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ആരോമൽ എന്ന് പറയുന്ന ഒരു തലമുറയെ ഞാൻ കാണുക. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആരോമൽ എന്ന് പറയുന്ന ആ ഭവനത്തിന് ആ തലമുറയുള്ള ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനൊരു ആ വീടിൻ്റെ അകത്തെ ഒരു അന്തരീക്ഷം ഇങ്ങനെ കാണുവാണ്. ഒരു മുറി ഞാൻ ഇങ്ങനെ കാണുവാണ്. ആ മുറിക്കകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ഹൈറ്റ് കുറവുള്ള ഒരു കട്ടിൽ, അതിൻ്റെ കാല് നമ്മൾ സാധാരണ ഹൈറ്റ് ഉള്ളതിനേക്കാൾ ഹൈറ്റ് കുറവുള്ള ഒരു കട്ടിൽ കിടക്കുന്ന ഒരു മുറി ഞാൻ കാണും. അതിന് വലിപ്പമുള്ള കട്ടിലാണ്, പക്ഷെ ഹൈറ്റ് കുറവാണ് ആ കട്ടിലിന്.
ആ കട്ടിലിട്ടിരിക്കുന്ന ഒരു മുറി ഞാൻ കാണുക. കയറി വരുമ്പോൾ തന്നെ ഡോറ് തുറന്ന് കയറി വരുമ്പോൾ തന്നെ കട്ടിലിൻ്റെ ഏറ്റവും താഴെ അതായത് അതിൻ്റെ കാല് വെക്കുന്ന ഭാഗം കാണാം. ലെഫ്റ്റ് സൈഡിലെ വശം ഇച്ചിരി സ്പേസ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഇച്ചിരി സ്പേസ് ഉണ്ട്. റൈറ്റ് സൈഡ് ഇച്ചിരി കൺജഷനായിട്ട് നിൽക്കുന്ന ഒരു വീടാണ്. ആ മുറിക്കകത്ത് ഇരിക്കുന്നത് ആരാണോ, ഈ ആരോമലിൻ്റെ ഭവനത്തിൽ ആരാണോ ആ വീടിൻ്റെ അകത്ത് ഈ മുറിക്കകത്ത് ഇരിക്കുന്നത്, ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ തൊടാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ കയറട്ടെ, നന്മ കയറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. ആ തലമുറയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, എവിടെ ഇരുന്നുകൊണ്ടാണോ അത് കേൾക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നീതിമാന്റെ അവകാശങ്ങളെ അങ്ങോട്ട് സ്വീകരിച്ചോണേ. നന്മ അങ്ങോട്ട് കയറട്ടെ, ഉയർച്ച അങ്ങോട്ട് കയറട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ ആമേൻ പറഞ്ഞതിനെ പിടിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ പ്രവർത്തിക്കാൻ വേണ്ടി പോവുക. പ്രത്യേകിച്ച് ആ മുറിയിൽ കിടക്കുന്ന വ്യക്തി ഏതാണോ, ആ മുറിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചോണേ. നന്മയാക്കി കർത്താവ് മാറ്റാൻ വേണ്ടി പോകുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ അത്ഭുത സാക്ഷ്യമാക്കി കർത്താവ് മാറ്റുന്നു. മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിൻ്റെ അകത്തായിരിക്കുന്നതെങ്കിൽ മ്യൂട്ട് മാറ്റുക. ഇല്ല എങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഭവനത്തിൻ്റെ അകത്തത് സ്വീകരിച്ചോണേ. നന്മയാക്കി കർത്താവ് മാറ്റും. താങ്ക് യു ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. അങ്ങയുടെ വലിയ കൃപ അവിടെ പെരുകുന്നല്ലോ, വലിയ കൃപ അവിടെ പെരുകുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഈ ഭവനത്തിൻ്റെ അകത്ത് പ്രവേശിച്ച് കഴിയുമ്പോൾ ഞാനിപ്പോൾ ആ വീടിൻ്റെ ഹോളിലേക്ക് വരുമ്പോൾ മുന്നോട്ട് തിരിഞ്ഞിട്ട് നമ്മളിങ്ങനെ തിരിയുമ്പം അതായത് നേരെ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടൊരു ഷെൽഫ് ഞാൻ കാണുക. റൈറ്റ് സൈഡിൽ തന്നെ ഒരു ഷെൽഫ് ഞാൻ കാണുക. ഈ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ കിച്ചണിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റും. ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു റൂമിലോട്ടുള്ള എൻട്രൻസ് ഉണ്ട്. ഞാൻ ആ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജോസ് എന്ന് പറയുന്ന ഒരു പേര് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എടുത്ത് കാണിക്കുക. ജോസ് എന്ന് പറയുന്ന ഒരു പേര് ഈ ഭവനവുമായിട്ട്, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണേ, ഈ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുവാണ്. ഞാൻ ഈ ഇതിലോട്ട് വരുമ്പോൾ തന്നെ ഈ ഷെൽഫ് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ തന്നെ ഒരു കർട്ടൻ, ഒരു ലൈറ്റ് റെഡ് കളർ പോലെ തോന്നിപ്പിക്കുന്ന ഒരു കർട്ടൻ ഈ ഭവനത്തിൽ കാണാൻ പറ്റും. അത് നീക്കി ഒരു മുറിയിലോട്ട് പ്രവേശിക്കുന്നതായിട്ട് ഞാൻ കാണുന്നത്. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി ഇടപെടാൻ വേണ്ടി പോവുക. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. നന്മയാകട്ടെ, നന്മയാകട്ടെ. ആ ഭവനത്തിൻ്റെ അന്തരീക്ഷങ്ങൾ മാറട്ടെ. ആ എന്റെ വീടാണ്, ബ്രദറിന്റെ വീടാണത്. ഈ പറഞ്ഞ പോലെയാണ് അടയാളം ബ്രദറെ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ആ മുറി ഇപ്പൊ ഞാൻ പറഞ്ഞ കർട്ടൻ നീക്കി കയറുന്ന മുറി, അത് ആരുടെ മുറിയാ ബ്രദറെ? അതെന്റെ മോൻ കിടക്കുന്ന. മോൻ അവിടെ ഉണ്ടോ ഇപ്പം? ഇല്ല, ഇപ്പൊ ഇല്ല, മാത്രമേ. അത് മോന്റെ മുറിയാ. അതെ. ഇപ്പൊ എവിടെയാ മോൻ? എവിടെയാ മോന്? ബാംഗ്ലൂരില്. ഇന്ന് മോന്റെ ജീവിതത്തിൽ ആ മുറിയിലുള്ളത് ആരാണോ, ഇന്ന് അവിടെ ഒരു പ്രവൃത്തി നടക്കും. അവിടെ അവൻ ഉള്ളോടത്ത് ദൈവത്തിന്റെ ഒരു പുതിയ വെളിപ്പെടാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ബാക്കി എല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിന് ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കർത്താവ് വീടിന്റെ അകത്ത് കൊണ്ട് നിർത്തി. അതുകൊണ്ട് ഞാൻ ഈ കാണുന്നല്ല അതേപോലെ അങ്ങ് പറയാൻ കാരണം, അതിൻ്റെ അകത്തെ കർട്ടൻ ഞാൻ കാണുന്നു. അതിൻ്റെ അകത്ത് എന്തെല്ലാം വെച്ചിട്ടുണ്ട് അതെല്ലാം കർത്താവ് ഇങ്ങനെ കാണിക്കുക. അത് ഞാൻ കാണുന്നത് ബാബു ശ്രദ്ധിച്ചോണം, അടയാളങ്ങൾ ശ്രദ്ധിച്ചോണേ ബ്രദർ. ഇന്ന് ആ മോനെ ദൈവം പുതിയ കേട്ടോ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ ലോർഡ് ജീസസ്,
അതോടൊപ്പം തന്നെ സ്റ്റെഫി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുക. സ്റ്റെഫിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഓഗസ്റ്റ് എന്ന് പറയുന്ന ഒരു മാസം ഞാൻ കാണുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഓഗസ്റ്റ് മാസവുമായിട്ട് എന്താണോ ബന്ധം, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ പ്രവൃത്തി ഇന്ന് വെളിപ്പെടാൻ വേണ്ടി ദൈവം തൊടാൻ വേണ്ടി പോവാ. എന്നുള്ളത് കർത്താവ് സ്റ്റെഫി, എന്റെ മോളാ സ്റ്റെഫി. ഓഗസ്റ്റുമായിട്ട് ബന്ധമൊന്നുമില്ല. ഓഗസ്റ്റുമായിട്ട് ബന്ധമുള്ള ഭവനമാണ് സ്റ്റെഫിയുടെ ഭവനം. ഓഗസ്റ്റ് മാസവുമായിട്ട് ബന്ധമുള്ള സ്റ്റെഫിയുടെ ഭവനം ഏതാണോ ആ കുടുംബത്തിന്റെ മേലാണ് കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി. ബ്രദർ, എന്റെ പേരും സ്റ്റെഫിയോ, പക്ഷെ ഓഗസ്റ്റുമായിട്ട് ബന്ധം അയ്യോ പറഞ്ഞല്ലോ സിസ്റ്ററെ, ഓഗസ്റ്റുമായിട്ട് ഭവനത്തിൽ ബന്ധമുള്ള, അതുകൊണ്ടാണ് അടയാളം ശ്രദ്ധിച്ചോളാൻ പറഞ്ഞത്. സ്റ്റെഫി എന്നുള്ള പേരും ഓഗസ്റ്റ് മാസവുമായിട്ട് ആ കുടുംബത്തിനൊരു ബന്ധമുണ്ട്. ആ കുടുംബത്തിൽ ആരുമായിട്ടാണോ ഓഗസ്റ്റ് മാസം ബന്ധം, രണ്ടുപേരെയും ബന്ധപ്പെടുത്തി ഒരു ഡെലിവറൻസ് അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാ. ആ ഓഗസ്റ്റിൽ ജനിച്ച സ്റ്റെഫി അല്ലേ? സ്റ്റെഫി എന്നാ പേര്. എന്റെ ഹസ്ബൻഡിന്റെ പെങ്ങളുടെ മോളാണ് സ്റ്റെഫി. എന്റെ മോള് ഓഗസ്റ്റിൽ ജനിച്ചു. അല്ല സിസ്റ്ററെ, ഇപ്പൊ സ്റ്റെഫി ഓഗസ്റ്റിൽ ജനിച്ചത് ആരുടെയാ? യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവ് ആ മകളെ ദൈവം തൊടാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അടയാളം ശ്രദ്ധിച്ചേക്കണമേ. പേര് മാത്രം പോരാ, അതുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് ബറിയോന ഷീമോനെ നീ ഭാഗ്യവാൻ യേശു പറഞ്ഞു. അപ്പൊ ഒത്തിരി ഷീമോന്മാർ അവിടെ ഉണ്ടായിരുന്നു, ഒത്തിരി ഷീമോന്മാരുണ്ടായിരുന്നു. നമുക്കറിയാം ഇസ്രായേലിൽ കോമൺ പേരാ ഷീമോൻ എന്ന് പറയുന്നത്. പക്ഷെ കർത്താവ് എടുത്തു പറഞ്ഞു ബറിയോന ഷീമോനെ. കണ്ടോ? അപ്പൊ പത്രോസ് മാത്രമേ കൈപൊക്കത്തുള്ളൂ. അതേപോലെ ഒരടയാളവും ഒരു പേരും വെളിപ്പെടുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. ആ വ്യക്തിയെ സ്പെസിഫിക് ആയിട്ട് തൊടാൻ വേണ്ടിയാ. എന്നാൽ സ്റ്റെഫിയെ ദൈവം തൊടുക കേട്ടോ. സ്റ്റെഫിയെ ദൈവം തൊടുമ്പോൾ തന്നെ ആ കുടുംബത്തിൻ്റെ അകത്ത് കർത്താവ് ഒരു വാക്ക് പറയാണ്, അവളുടെ ജീവിതത്തെ ഉന്നം വെച്ച് ഈ ദിവസങ്ങളിൽ തന്നെ ചില കാര്യങ്ങൾ വിരോധമായി പൊങ്ങി വന്ന് ആ ഭാവിയെ അടച്ച് കുടുംബത്തിൻ്റെ അകത്ത് ഒരു നിലവിളിയാക്കുവാൻ നോക്കിയതിനെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ വെട്ടിമാറ്റുന്നു. കർത്താവിൻ്റെ ശക്തി ഞങ്ങളുടെ ബലഹീനതയിൽ തികഞ്ഞു വരും. കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ജീവനിൽ വാഴും. അനുഗ്രഹത്തെ അയക്കുന്നു. ആ സകല കെട്ടുകളെയും പൊട്ടിച്ചു വിടുന്നപ്പ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് നസൂഖിലാലാറാന്തിരി. യേശുവേ നന്ദി. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനം കാണിക്കുക. ഒരു സെക്കൻഡ് ഞാനൊന്ന് പറയട്ടെ ബ്രദറെ. എനിക്ക് നല്ലോണം അറിയുന്ന ഒരു കുടുംബം, ഒരു വിശ്വാസികളാ, അച്ഛനും അമ്മയും എല്ലാരും വിശ്വാസികളാ. ഈ കുട്ടി നല്ലൊരു വിശ്വാസിയാ. പിന്നെ ആ കുട്ടി ഓഗസ്റ്റ് 1 ജനിച്ചത്, സ്റ്റെഫി. ഞാനിപ്പം നമ്മൾ ജസ്റ്റ് പ്രാർത്ഥനയിൽ കൂടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നേ. അതിനെടുത്ത് പറഞ്ഞായിരുന്നു, കേൾക്കുന്ന ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് പറഞ്ഞോ. ഞാൻ ജോസ് എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചിരുന്നല്ലോ, എനിക്ക് മുഴുവൻ കേൾക്കാൻ സാധിച്ചില്ല. ബ്രദറെ, എന്നറിയാം, വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു അടയാളമാണ്. കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒരു ഷെൽഫ്, ലെഫ്റ്റ് സൈഡിൽ ഈ റെഡ് കളറിലെ പോലെ നിൽക്കുന്ന ഒരു കർട്ടനുള്ള, ലൈറ്റ് റെഡ് കളറിലെ ഒരു കർട്ടനുള്ള വീടാ പറഞ്ഞത് കേട്ടോ. അത് യൂട്യൂബിൽ ഒന്നുകൂടെ കേൾക്കുക കേട്ടോ. അല്ലല്ല, അത് ആദ്യം പറഞ്ഞ. എന്റെ മോളുടെ പേര് സ്റ്റെഫി എന്നാണ്. അവളുടെ വിവാഹ ദിവസം ഓഗസ്റ്റിലാണ്. അല്ല, ഓഗസ്റ്റിൽ ജനിച്ചതാണ്. ആ ജനനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗോഡ് ബ്ലസ് യു. അതോടൊപ്പം തന്നെ ഞാനൊരു വീട് കർത്താവ് എന്നെ കാണിക്കുക. ജോബി എന്ന് പറഞ്ഞ പേര് ആദ്യം കാണിക്കുന്നു. അതായത് റോഡ് സൈഡിൽ തന്നെയാണ്, പക്ഷെ ഒരു പൊക്കപ്രദേശത്താണ് ഈ വീട് നിൽക്കുന്നത്. ഇതിന്റെ താഴം വഴി ബസ്സൊക്കെ ഓടുന്ന റൂട്ടാണ്. മോളുവശത്തിലും വാഹനങ്ങൾ പോകും, പക്ഷെ ഈ വീടിന്റെ താഴെ റോഡ് വശം, അതായത് ഈ വീടിരിക്കുന്നതിന്റെ താഴത്തെ പൊസിഷനും എനിക്കറിയാവുന്ന ഒരു വ്യക്തിപരം അറിയാവുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലവുമായിട്ട് ഇതിന് നല്ല സാമ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ സ്ഥലം വെച്ച ഒരു അടയാളം പറയുവാണ്. അതായത് മെയിൻ റോഡുമായിട്ട് ചേർന്നാണ് ആ വീട്, പക്ഷേ ഈ വീടിന്റെ താഴെ വശവും റോഡാണ്. മുകളിലും താഴെയും റോഡാണ്. മുകളിൽ കൂടെയും താഴെ കൂടെയും വണ്ടി പോകും. ഇത് നടുക്കായിട്ടാണ് വീട് ശരിക്കും പറഞ്ഞാൽ നിൽക്കുന്നത്. ആ വീട്ടിൽ ജോബി എന്ന് പറയുന്ന ഒരു പേരുമായി ബന്ധപ്പെട്ടാണ് വീട് കാണിക്കുന്നത്. ആ വീട്ടിലുള്ള ഈ ജോബിയുമായിട്ട് ബന്ധപ്പെട്ട വീട് ഏതാണോ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ചാടി പിടിച്ചോണെ. കർത്താവ് പട്ടണത്തിന്റെ അകത്ത് സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ
ഇന്ന് ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി, പ്രത്യേകിച്ച് ഈ ജോബിയുമായി ബന്ധപ്പെട്ട ഭവനം യേശുവിന്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുക. ഓ എൻ്റെ കർത്താവേ, എൻ്റെ യേശുവേ, അങ്ങയുടെ അത്ഭുതകരം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികൾ ഇന്ന് വെളിപ്പെടുന്നല്ലോ. ഫാദർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നത് റിലീസ് ചെയ്യുന്നു. ഏതാണോ ജോബിയുടെ ഭവനം, എവിടെ ഇരുന്നുകൊണ്ടാണോ കേൾക്കുന്നത്, മ്യൂട്ട് മാറ്റി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ജോബി എന്ന് പറഞ്ഞു കേട്ടോ, ജോബിയുടെ ഭവനമാണ്. അതിപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഭവനം ഏറ്റെടുത്തോണം. കർത്താവിന്റെ സാക്ഷ്യമാകാൻ വേണ്ടി പോവാം. ആമേൻ പറഞ്ഞു. എന്റെ പപ്പായുടെ പെങ്ങടെ മോനാ. ആ ഒരു വീടാണ്, പക്ഷെ ഒരു സൈഡിൽ കൂടെ വണ്ടി പോകത്തുള്ളൂ. രണ്ട് സൈഡ് സിസ്റ്റർ ഞാൻ കാണുന്നുണ്ട്. താഴെയും കൂടെ വണ്ടി പോകുന്ന റോഡുണ്ട് കേട്ടോ. രണ്ടും ഉള്ള സ്ഥലമാണേ. അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ അവര് സ്വീകരിച്ചോണേ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. പറഞ്ഞു. ഞങ്ങളുടെ വീടിന്റെ മേളിലും റോഡുണ്ട്, താഴെ തൊട്ട് മുറ്റത്ത് ഗേറ്റിന്റെ അതിലൂടെ ബസ് റോഡാണ്. ജോബിൻ എന്നാ പേര്, ജോബി എന്ന സിസ്റ്റർ ഞാൻ കേൾക്കുന്നത്. ജോബി എന്നാ ഞാൻ കേൾക്കുന്നത് കേട്ടോ. നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവേ, ഇന്ന് ആ ഭവനത്തിന്റെ മേൽ തമ്പുരാന്റെ പ്രവൃത്തി, ആ ഏത് ഭവനമാണ് ഞാൻ പറഞ്ഞ അടയാളം ശ്രദ്ധിച്ച് കേട്ടോണേ. നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഭവനമാണെങ്കിൽ അത് നിങ്ങൾ സ്വീകരിക്കുക. അടയാളം മുഴുവൻ കേൾക്കുക. കർത്താവ് എപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ആ പ്രൊഫറ്റിക്കലി പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളെ ലൊക്കേറ്റ് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഭവനം നിങ്ങൾ എന്ന വ്യക്തിയെ നിങ്ങളിലൂടെ ആ വ്യക്തിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ വ്യക്തിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് കർത്താവ് നിങ്ങളെ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. നന്ദി കർത്താവേ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. ജീസസ് ക്രൈസ്റ്റ്, എൻ്റെ യേശുവേ, അങ്ങയുടെ വലിയ കൃപ എന്ന് വെളിപ്പെടുന്നല്ലോ. ഈ സൂര്യ എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കാണുക. സൂര്യ, ഈ പേരുമായിട്ട് ബന്ധപ്പെട്ടൊരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുക. സൂര്യ, ആ കുടുംബത്തിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ ഒരു വാക്ക് ഇങ്ങനെ കേൾക്കുവാണ്. അതായത് നാളുകളായിട്ട് ആ കുടുംബത്തിൻ്റെ അകത്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്തോ വല്ലാത്തൊരു കുഴപ്പം നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ഉയരുന്നുണ്ട്, എല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ കാണുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകുന്നില്ല എന്ന് പലപ്പോഴും പറയുന്നൊരു ഭവനമാണ്. ഇന്ന് എൻ്റെ ഉള്ളത്തെ കർത്താവ് പറയുകയാണ്, മറഞ്ഞിരിക്കുന്ന സകല വിധമാകുന്ന നെഗറ്റീവുകളെ ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാം. കർത്താവെ, ഇപ്പോൾ തന്നെ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട കുടുംബം ഏതാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ദൈവം നന്മയാക്കി മാറ്റാൻ വേണ്ടി പോകുന്നു. നന്മയാക്കി മാറ്റാൻ പറയാൻ വേണ്ടിയാണല്ലോ സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്. ഹലോ ബ്രദറെ, സ്തോത്രം. അത് എന്റെ മകളാ സൂര്യ, അവൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കും. ഈ മോളാണ് എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത് ഇങ്ങനെ? അവള് ജോലിക്ക് പോയി 2 വർഷം ഹൈദരാബാദ്, ഇപ്പം പിന്നെ ജോലി ഇല്ലാതെ 2 മാസമായിട്ട് നിൽക്കുന്നു. എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് വാക്ക് പറയും, ഞാൻ അവളെ വഴക്കും പറയും. കണ്ടോ? അപ്പൊ സിസ്റ്റർ ഞങ്ങൾ ഇത് കേൾക്കാൻ വല്ല വഴിയുണ്ടോ? ഈ മോള് പറയുന്നതും ഇല്ല, ഒന്നുമില്ല, ഞങ്ങൾ അതിശയിച്ചു പോവാ. മോൾ ഈ പറയുന്ന കാര്യം ഞങ്ങൾ കേൾക്കാൻ ഒരു വഴിയില്ല, മോളുടെ പേര് ഞങ്ങൾ അറിയാൻ ഒരു വഴിയില്ല. ഇല്ല, യേശുവിന്റെ നാമത്തിൽ ഇന്ന് തമ്പുരാൻ തൊടുക കേട്ടോ. ഇന്ന് ആ മറഞ്ഞിരിക്കുന്ന തലമുറയ്ക്ക് നന്മ കിട്ടാതിരിക്കാൻ തക്കവണ്ണം തടയുന്നതിനെ, കുടുംബത്തിന്റെ അകത്ത് നന്മ കയറാതെ തടയുന്നതിനെ ഇപ്പോൾ വെട്ടി മാറ്റുക. കർത്താവിനുള്ളത് പറയും, രാജ്യങ്ങളുടെ നന്മ കയറാൻ വേണ്ടി പോവാ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, നന്മയ്ക്ക് വിരോധമായി ഉയർന്നിരിക്കുന്ന സകലത്തെയും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇടിച്ചു കളയുന്നു. കർത്താവിന്റെ അത്ഭുത കരം എന്ന് വെളിപ്പെടുന്നല്ലോ, അത്ഭുത കരം എന്ന് വെളിപ്പെടുന്നല്ലോ. ഇപ്പോൾ തന്നെ കുടുംബത്തിൽ വിശാലത ഉണ്ടാകട്ടെ, ആ ബ്ലെസ്സിങ് കയറട്ടെ, നന്മ കയറട്ടെ. ആ ചുവരുകളെ ഞങ്ങൾ ഇടിച്ചു കളയുന്നു. ആമേൻ രജിസ്റ്റർ സ്വീകരിച്ചു അത്ഭുതത്തെ യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത്
രോഗികളായി ഭാരപ്പെടുന്നു. എനിക്കൊരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ വേണം, എനിക്കൊരു സാമ്പത്തിക ഉയർച്ച വേണം, എനിക്കൊരു നന്മ വേണം, കുടുംബത്തിലേക്ക് സമാധാനം വേണം, എനിക്ക് ആരോഗ്യം വേണം, അനുഗ്രഹം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് ഇരുട്ടിൻ്റെ അധികാരത്തിലല്ല, പുത്രൻ്റെ രാജ്യത്തിൽ നന്മ വരാൻ വേണ്ടി പോവാം, നന്മ വരാൻ വേണ്ടി പോവാം. ജോലി മേഖലകളെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാം. യേശുവേ, എൻ്റെ കർത്താവെ അങ്ങ് തൊടുന്നല്ലപ്പ. ഓ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഫാദർ ലോർഡ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ, വേദനയൊക്കെ ഉള്ളവർ കൈയെടുത്ത് വെച്ചിട്ട് പറ, യേശുവിൻ്റെ അടിപ്പുണരാൽ ഞാൻ ആരോഗ്യത്തെ സ്വീകരിക്കുന്നു, ഞാൻ അത്ഭുതത്തെ സ്വീകരിക്കുന്നു, ഞാൻ സൗഖ്യത്തെ സ്വീകരിക്കുന്നു. പറഞ്ഞ ആരോഗ്യത്തെയും സൗഖ്യത്തെയും. ബൈബിൾ അങ്ങനെ പറഞ്ഞ സൗഖ്യം വരുത്തി ആരോഗ്യം വരുത്തി സൗഖ്യം നൽകുമെന്നാണ് പറഞ്ഞത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സൗഖ്യവും ആരോഗ്യവും അത്ഭുതവും നിങ്ങളുടെ മേൽ സംഭവിക്കുക. ആ ഫിനാൻഷ്യൽ സോഴ്സുകളെ ഞാനിപ്പോൾ തുറന്നു പ്രാർത്ഥിക്കുക. ആ ഫിനാൻഷ്യൽ മേഖലയെ തുറന്നു പ്രാർത്ഥിക്കുക. ഫിനാൻഷ്യൽ ഫ്രീഡത്തെ തുറന്നു പ്രാർത്ഥിക്കുക. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്മ കയറട്ടെ, ഉയർച്ചയുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിമേറിയ സാന്നിധ്യം ഇന്ന് വെളിപ്പെടുന്നല്ലോ. കർത്താവേ, ഞങ്ങളുടെ ശക്തിക്കായി നന്ദി. ജീസസ് ക്രൈസ്റ്റ് തലമുറകളെ അനുഗ്രഹിക്കുന്നു, ഭവനങ്ങളെ അനുഗ്രഹിക്കുന്നു, അവരുടെ സകല അതിരുകളെയും അനുഗ്രഹിക്കുന്നു. നന്മയായി കർത്താവ് മാറ്റുന്നല്ലോ, നന്മയാക്കി മാറ്റുന്നല്ലോ. ഇപ്പൊ വേദനയുള്ള ഭാഗത്ത് കൈവച്ചിട്ട് പറയും, എനിക്ക് വേദന വേണ്ട, യേശുവിൻ്റെ അടിപ്പണയിലേക്ക് ആരോഗ്യം വന്നിരിക്കുന്നു, ആരോഗ്യം വന്നിരിക്കുന്നു, അത്ഭുതം വന്നിരിക്കുന്നു. എല്ലാ നെഗറ്റീവ് വാക്കുകളെയും ക്യാൻസൽ ചെയ്യുന്നു, എല്ലാ നെഗറ്റീവുകളെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. എൻ്റെ വാ കൊണ്ട് പറഞ്ഞതിനെ ഇപ്പോൾ തന്നെ ഞാൻ ഇതിനെ ബ്രേക്ക് ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആരോഗ്യം എൻ്റെ അവകാശമാണ്, അത്ഭുതം എൻ്റെ അവകാശമാണ്. ഹീലിംഗ് അനോയിന്റിങ് ഈസ് മൂവിങ്. അത്ഭുത സൗഖ്യം. ഇപ്പൊ ഒന്ന് ചെക്ക് ചെയ്യണമേ. ആ വേദനയുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച് അത്ഭുതപ്പെടുക. കാലങ്ങളായി നിന്നിരുന്ന വേദന ഇപ്പൊ ക്യാൻസൽ ആവുക. നാളുകളായി നിന്നിരുന്ന മുഴകൾ, ശരീരത്തിലെ കാണത്തക്ക വണ്ണം തൊട്ടാൽ അറിയുന്ന രീതിയിലെ മുഴകൾ ചുങ്ങിപ്പോകാൻ വേണ്ടി പോവുക, അത് വാനിഷ് ആകാൻ വേണ്ടി പോവുക. നീരുകൾ വറ്റാൻ വേണ്ടി പോവുക. അസ്ഥിക്കകത്ത്, ഞരമ്പിൻ്റെ അകത്ത്, രക്തത്തിൻ്റെ അകത്ത്, ആന്തരിക അവയവത്തിൻ്റെ അകത്ത് യേശു ക്രിസ്തുവിൻ്റെ സൗഖ്യവും ആരോഗ്യവും നിറയുക. ഇപ്പൊ സൗഖ്യം നിറയുക നിങ്ങളുടെ ശരീരത്തിൽ. ആ കാഴ്ച കുറവുള്ള ഒരു കണ്ണാടി മാറ്റിക്ക് കയ്യിലെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ കണ്ണാടിയുടെ സഹായമില്ലാതെ ഇപ്പം വായിക്കാൻ വേണ്ടി പോവാ, ഇപ്പം ഞാൻ കാണാൻ വേണ്ടി പോവാ, ഞാൻ നടക്കാൻ വേണ്ടി പോവാ, ഓടാൻ വേണ്ടി പോവാ. എൻ്റെ വാർദ്ധക്യ സഹജമായ രോഗങ്ങളൊക്കെ യേശു വഹിച്ചു. ഞാൻ യൗവനക്കാരനെ പോലെ ഓടും, യൗവനക്കാരിയെ പോലെ ഞാൻ നടക്കും. യേശുവിൻ്റെ അടിപ്പിണരാൽ എൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കും. ഒരു വേദന പോലും എൻ്റെ ശരീരത്തിൽ ഇല്ല. ഞാൻ ആരോഗ്യത്തോടെ പാരമ്പര്യമായ രോഗങ്ങളെ വെട്ടിക്കളയുന്നപ്പ, ദുഷ്ടശക്തികളെ ബ്രേക്ക് ചെയ്യുന്നപ്പ, രോഗശക്തികളെ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. പൈശാചിക രോഗശക്തികളെ വെട്ടിക്കളയുന്നപ്പ, കുടുംബത്തിൻ്റെ മേൽ ജീവൻ വ്യാപരിക്കുക, ശരീരത്തിൻ്റെ മേൽ ജീവൻ വ്യാപരിക്കുക, അത്ഭുത സൗഖ്യം വ്യാപരിക്കുക, അത്ഭുത വിടുതൽ വ്യാപരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. ഫാദർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, അത്ഭുത വിടുതൽ, അത്ഭുത വിടുതൽ, അത്ഭുത വിടുതൽ സംഭവിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആ നാളുകളോട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, ദൈവരാജ്യം പ്രസംഗിക്കാനും, രോഗികളെ സൗഖ്യമാക്കുവാനും, ഭൂതങ്ങളെ പുറത്താക്കാനും, മുടന്തിനെ എണീപ്പിക്കുവാനും, ജഗടിന് കേൾവി കൊടുക്കുവാനും, ഊമനെ സംസാരിപ്പിക്കുവാനും, മരിച്ചതിനെ ഉയർപ്പിക്കുവാനും, പിശാചിന്റെ പ്രവൃത്തിയെ അഴിക്കുവാനും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തെ ഉപയോഗിക്കുന്നപ്പ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. ഒന്ന് ചെക്ക് ചെയ്ത്, വേഗത്തിൽ ചെക്ക് ചെയ്ത്. ആ മുഴ അവിടെയില്ല, നീര് അവിടെയില്ല, വേദന അവിടെയില്ല. ചെക്ക് ചെയ്ത് വേഗത്തിൽ ചെക്കിന് ഇപ്പം ചോദിക്കാൻ വേണ്ടി പോവാ. ഈ സമയത്ത് ഇന്ന് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്ത് നിൽക്കുന്നവർ പേഴ്സൊക്കെ എടുത്തു വെച്ച്, ATM ഒക്കെ എടുത്തു വെച്ച്, കർത്താവ് ഞാൻ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മിറക്കിൾ മണി ഉണ്ടാകട്ടെ. ഒരൊറ്റ പൈസ പോലും പാഴായി പോകത്തില്ല. നിങ്ങളുടെ അധ്വാനം നിങ്ങൾ തന്നെ ഭക്ഷിക്കും. ഒറ്റ പൈസ ഹോസ്പിറ്റലിൽ പോകത്തില്ല, ഒറ്റ പൈസ പാഴായി പോകത്തില്ല. ആ ഫിനാൻഷ്യൽ സോഴ്സുകളെ ഞാൻ അനുഗ്രഹിക്കുന്നു. പാഴ് ചെലവുകളെ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. ആ ഉറവകൾ, പാഴായി പോകുന്ന ഓട്ടകൾ അടയിച്ചു പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തെ അനുഗ്രഹിക്കുന്നു. ഭവനത്തിൻ്റെ അകത്ത് കർത്താവ് തലമുറകളുടെ ഭാവി തുറന്നു വരട്ടെ. അവരുടെ ജീവിതം അനുഗ്രഹമാകട്ടെ. ഉദരം തുറന്നു വരട്ടെ. തലമുറ ഇല്ലാതെ ഭാരപ്പെടുന്നവരെ ഉദരത്തോട് കൽപ്പിക്കുന്നു. തലമുറകളുണ്ടായി വരട്ടെ, തലമുറകളുണ്ടായി വരട്ടെ. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൻ്റെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു. ഈ സമയം സാക്ഷ്യത്തിൻ്റെ സമയമാണ്. സാക്ഷ്യമുള്ളവർ പറയേണ്ട സമയം. ചെക്ക് ചെയ്ത്, വേഗത്തിൽ ചെക്ക് ചെയ്ത്.
ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞായിരുന്നു വിതയ്ക്കേണ്ട സമയമാണ്. സാലറി കിട്ടുമ്പോൾ തന്നെ ഈ പ്രാർത്ഥനയെ ഓർത്ത്, പ്രത്യേകിച്ച് മാർച്ച് മാസം മുതൽ ഏപ്രിൽ ഒക്കെ പ്രാർത്ഥനയെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ട് കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തോന്നുന്നത് വിതയ്ക്കുക. വിതയ്ക്കുന്നവൻ കൊയ്യും. നിർബന്ധത്താലല്ല കേട്ടോ, നിർബന്ധമില്ല. ഒരിക്കലും ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നിർബന്ധത്താലല്ല, അവനവന് ഹൃദയത്തിൽ തോന്നുന്നത് വിതയ്ക്കുക. ദിനവൃത്താന്തം പറയുന്ന കർത്താവ് ഞാൻ നിങ്കിൽ നിന്നും വാങ്ങി അങ്ങേക്ക് തരുവാണ്. കർത്താവ് തന്നതാണ് ഈ ജോലി, നന്മയല്ല. അതുകൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് ഞാൻ കൊടുക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, വിതയ്ക്കുക, കൊയ്യുക. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മുന്നോട്ട് വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ അവിടെ കാണാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽസുകൾ, അല്ലെങ്കിൽ പ്രെയർ ലൈനിൽ വിളിക്കുക. അവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ ചുരുക്കം മകൾ, പ്രെയർ റിക്വസ്റ്റ് അല്ല കേട്ടോ, ഓൾറെഡി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഡെലിവറൻസ് നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് എത്ര അർജന്റ് ആണെങ്കിലും മിറക്കിൾ നടന്നു കഴിഞ്ഞു. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ വേഗത്തിൽ, ചുരുക്കം വാക്കുകളിൽ സാക്ഷ്യങ്ങളുള്ളവർ പെട്ടെന്ന് പറഞ്ഞാട്ടെ. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. 2 ദിവസമായിട്ട് പനിയായിരുന്നു. മൂക്കിന്നിങ്ങനെ വെള്ളം ചാടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ നേരത്തെ പറഞ്ഞു പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ നിൽക്കാൻ വേണ്ടി സാക്ഷ്യം പറഞ്ഞോളാന്ന്. ഇപ്പൊ അത് നിന്നിട്ടുണ്ട്, പനിയും കുറഞ്ഞിട്ടുണ്ട്. നന്ദി കർത്താവ് കൊടുത്ത വിടുതലിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. കഴിഞ്ഞ 13-ാം തീയതി ബ്രദർ ഇങ്ങനെ പറഞ്ഞായിരുന്നു, പ്രിൻസി പേര് പറഞ്ഞ അത് പ്രിൻസിയുടെ വീട്ടിൽ തന്നെ ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയുള്ള വീട് ഒരു ആലോചന പറഞ്ഞായിരുന്നു. അത് എനിക്കൊന്ന് യൂട്യൂബിലാണ് ഞാൻ കേട്ടെ, സൂമിന് കയറാൻ പറ്റിയില്ലായിരുന്നു. മോളാണ്, മോക്കടെ അമ്മ, ഭർത്താവിന്റെ അപ്പനാണ് ജോർജ്. ആ വീട്ടിൽ തന്നെ ഉള്ളതാണ്. വലിയ അത്ഭുതം ഉണ്ടാകാൻ വേണ്ടി പോകട്ടോ. ഒത്തിരി കടഭാരത്താല 40 ലക്ഷത്തോളം കടമുണ്ട്. സ്വീകരിച്ച വലിയ മറക്കൾ നടക്കാൻ വേണ്ടി പോകട്ടോ. ആമേ. പിന്നെ മോനെ അവിടെ കൊണ്ടാക്കിയെന്ന് പറഞ്ഞില്ലയോ? അപ്പൊ മോന്റെ കുടികളെല്ലാം അത് ഇപ്പൊ അങ്ങനെയുള്ള തോന്നലുകളൊന്നുമില്ല. പക്ഷെ ശരീരത്തിന് വിറവലുണ്ട് ബേദറെ. അപ്പം ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. കർത്താവ് അത്ഭുതമാക്കി മാറ്റി കേട്ടോ. ദൈവത്തിന്റെ അത്ഭുതകരം വെളിപ്പെടും. യേശുനാഥൻ സാക്ഷിയായിട്ട് മാറും. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷിയുള്ളവര്? പറഞ്ഞു. ഹലോ, പറഞ്ഞു. എന്റെ മോൾ ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നേ. അവളുടെ ഭർത്താവിന് സുഖമില്ലായിരുന്നു, നടുവേദനയായിരുന്നു. അവൾ ഓട്ടയാണ് ഓടുന്നത്. അപ്പൊ ഈ 2 ആഴ്ച കൊണ്ടവനാണ് ഭയങ്കര കഠിനമായിട്ടുള്ള നടുവേദനയായിരുന്നു. അങ്ങനെ ആ പയ്യനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ അവര് കുറെ ടെസ്റ്റ് എഴുതി കൊടുത്തിട്ട് അത് ടെസ്റ്റ് ഒന്നും ചെയ്തില്ലായിരുന്നു. വീണ്ടും അവൾ അതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇന്നലെ ഭയങ്കര നല്ല കഠിനമായ വേദനയായിരുന്നു. എന്നിട്ട് അത് അവള് വിട്ടുകൊടുക്കാതെ അവള് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിച്ച് ഇന്ന് രാവിലെയും ഭയങ്കരമായിട്ട് വേദന വന്ന് അവൾ ഇരുന്ന് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ അവളുടെ നടുവിൽ ഒരു വല്ലാത്തൊരു ചൂട് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. ഒരു ചൂട് അനുഭവപ്പെട്ട് കുറച്ച് കഴിഞ്ഞതും ആ വേദന അങ്ങ് മാറുകയും ചെയ്തു. പിന്നെ അവന് ഇത്രയും നേരമായിട്ട് ആ വേദന വന്നിട്ടില്ല. ഓ യേശു, ഇത് വലിയൊരു അത്ഭുതമാണ് പ്രിയ സഹോദരി പറഞ്ഞത്. ഈ ദിവസം വിട്ടുകൊടുക്കാതെ പ്രാർത്ഥിക്കുക, അത് വലിയൊരു സാക്ഷ്യമാണ്. നടുവിനാൽ വേദനപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. ഓട്ടോറിക്ഷ ഓടിക്കുമായിരുന്നു. അതികഠിനമായ വേദനയായിരുന്നു. എന്നാൽ വേദന ഉണ്ടായിരുന്നപ്പോൾ ഒരു കൽപ്പിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. ആ ശരീരത്തിൽ ആ ഭാഗത്തൊരു ചൂട് പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് ആണ്, അഭിഷേകത്തിന്റെ സാന്നിധ്യമാണ്. പെട്ടെന്നൊരു ചൂട് അവിടെ വെളിപ്പെട്ടു. നമുക്കറിയാം ചൂട്, നമ്മൾ സാധാരണ ചൂട് പിടിക്കാതെ ദേഹത്ത് ചൂട് വരത്തില്ല, അല്ലെങ്കിൽ പനി വരണം അല്ലെ. പക്ഷെ ആ ഭാഗത്തൊരു ചൂട് വന്നു. ആ വേഗത്തിൽ തന്നെ ആ വേദന നടന്ന് അപ്രതീക്ഷിതമായി. ഇപ്പോൾ റെസ്റ്റ് ഒട്ടും വേദനയില്ല. കട്ടായിപ്പോയോ? ഇപ്പൊ നമ്മൾ കേട്ടു, ഒട്ടും വേദനയില്ല. നമ്മൾ കേൾക്കാൻ ഇടയായി തീർന്നു. കർത്താവ് കൊടുത്ത അത്ഭുതത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്തയാള് നോക്കിക്കേ, ചെക്ക് ചെയ്തേ. ആ എന്തോ ഇന്നലെ പ്രജോഷിന്റെ പേര് പറഞ്ഞിട്ടേനി. പ്രജോഷ് ഹസ്ബൻഡിന്റെ പെങ്ങളെ മോനാണ്. ഇന്നലെ വെളിപ്പെട്ട പേരല്ലേ സിസ്റ്ററെ, പ്രജോഷ് എന്നുള്ളത്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആ വ്യക്തിയുടെ ഭവനത്തിൽ നിന്ന് കർത്താവിന്റെ ഒരു പ്രവൃത്തി ഉണ്ടാവുമെന്ന് പറഞ്ഞു അല്ലേ? എന്താ ദൂത് കേട്ടത് സിസ്റ്ററെ? പ്രവചനം എന്താ കേട്ടെന്ന് ഓർമ്മയുണ്ടോ? അങ്ങനെ തന്നെയാണ്. ആ വ്യക്തിയുമായിട്ട് ഒരു ഫോൺ കോള് വരും. ആ ഫോൺ കോൾ നിമിത്തം ഒരു സാക്ഷ്യം അതിൻ്റെ അകത്ത് ദൈവപ്രവൃത്തിക്ക് വേണ്ടി കൊണ്ടുപോവാണ് അവിടെ.
അത് ഏറ്റെടുത്തോണേ, അത് കുറിച്ച് വെച്ചോണേ. ഞാനും ആ പേര് വന്നപ്പോൾ ഞാനും ആദ്യമായിട്ട് അങ്ങനത്തെ പേരൊക്കെ കേൾക്കുന്നത്. പേരുണ്ടായിരിക്കാം, പക്ഷെ ഞാനും ആദ്യമായിട്ട് അങ്ങനത്തെ പേര് കേൾക്കുന്നത്. നിങ്ങൾ എത്ര പേര് അങ്ങനെ നേരത്തെ കേട്ടിട്ടുണ്ട് അങ്ങനത്തെ പേരുകൾ? പ്രജോഷ് അല്ലേ? കേട്ടിട്ടുണ്ട് ബ്രദറെ, പ്രജോഷ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു പേര് കേൾക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ പിന്നെ ഒരു ഡൗട്ട് വന്നു, അങ്ങനെ ഒരു പേരുണ്ട്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ സൗരി പറയാണ് അത് കസിൻ ബ്രദറാണ്. ദൈവാത്മാവ് സംസാരിച്ചതുപോലെ തന്നെ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. കർത്താവിന്റെ സാക്ഷ്യമാക്കി ദൈവം മാറ്റും. ഗോഡ് ബ്ലസ് യു. അടുത്തയാള് ചെക്ക് ചെയ്തേ. ഹലോ ബ്രദറെ. പറഞ്ഞോ. ഹലോ ബ്രദറെ, ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ? ധൈര്യമായിട്ട് പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, എനിക്ക് ശാരീരികമായി പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നേ. ഷുഗറിന്റെ ബുദ്ധിമുട്ടുണ്ട്, പിന്നെ കാലുമണി വെരിക്കോസിന്റെ ഉണ്ട്, തണ്ടലിന് ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്തായിരുന്നു എനിക്ക് എന്റെ മോളുടെ പ്രസവത്തിന്റെ കാര്യം വന്നതേ. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ആയി. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഹിന്ദു ആണ്, എനിക്ക് ബൈബിളൊന്നും ഇല്ല, എനിക്ക് അത് കാരണം കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. എങ്കിലും ഞാൻ യേശുപ്പാട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. അപ്പൊ അതുപോലെ എനിക്ക് നിറവേറ്റി തരാറുണ്ട് കേട്ടാ. അപ്പൊ അതുപോലെ തന്നെ ഇതും വന്നപ്പോ ഞാൻ പറഞ്ഞു, എന്റെ ഈശോപ്പ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഞാൻ ആസ്പത്രിയിലെ കാര്യങ്ങളും വീട്ടിൽ വരുമ്പോ വീട്ടിലത്തെ കാര്യങ്ങളും എങ്ങനെ ഞാൻ ചെയ്യാ? എനിക്ക് പേടിയൊക്കെ ആയി. അപ്പൊ ആ ഈശോപ്പോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ആ ആസ്പത്രിയിലെ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടായില്ല. അത് കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് 90 ദിവസം എങ്ങനെ കടന്നുപോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഓർത്ത് പോലുമില്ല, എന്റെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഞാൻ ഓർത്തില്ല. മോളുടെ എല്ലാ കാര്യങ്ങളും നിറവേറി. കർത്താവ് കൊടുത്ത അത്ഭുതകരമായ വിടുതലിന് നന്ദി പറയുന്നു. ദൈവം കൊടുത്ത ബലത്തിനും ആരോഗ്യത്തിനും നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. ബ്രദറെ, ഞാൻ നമ്മള് വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അന്യഭാഷ പ്രാർത്ഥന. അതും അന്ന് മുതലേ ഞാനും എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ ഭർത്താവ് ഭയങ്കര കുടിയായിരുന്നു. കുടിച്ച് വസ്ത്രം പോലും ഇല്ലാതെ റോഡുകളിലൊക്കെ കിടന്ന് അത്രയും നാണക്കേടാ ഉണ്ടായത്. ഉള്ള പൈസ എന്ന് പറയുന്ന പൈസയൊന്നും ഇല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും ഒരു മോതിരം ഉണ്ടെങ്കിൽ ആ മോതിരം വിറ്റ് കുറേശ്ശെ പൈസ എടുത്ത് അങ്ങനെ എന്നും കുടിയായിരുന്നു, എന്നും വഴക്കായിരുന്നു. അങ്ങനെ ഓരോ സാധനങ്ങളും അങ്ങനെ നശിപ്പിച്ചു അങ്ങനെ കുടിക്കാൻ കൊണ്ടുപോകായിരുന്നു. ഞാൻ ബോംബെ എന്നാണ്, എന്റെ പേര് ലാലി എന്നാണ്. ഞാൻ ഇപ്പൊ ഇങ്ങനെ ഈ 3 മണിക്ക് എഴുന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് മുതല് പുള്ളി പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്നുണ്ട്. അത് ഈ 3 മണിക്കത്തെ പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ 4 മണി ആകുമ്പോ തീരുമല്ലോ. അത് കഴിയുമ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബൈബിള് വായിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഈ അനുഗ്രഹം എന്നും നിലനിൽക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കും. യേശു, ഇത് വലിയൊരു സാക്ഷ്യമാണ്. പ്രിയ സഹോദരി പറഞ്ഞത്, മദ്യപിച്ച് ഉടുതുണി പോലും മാറ്റിവെച്ച് അങ്ങനത്തെ വല്ലാത്തൊരു നിന്ദയുടെ നാണക്കേടിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയ ഭവനമായിരുന്നു. ഞാൻ എപ്പോഴും പറയും, നമ്മൾ അന്യഭാഷാ പ്രാർത്ഥന നിസ്സാരമല്ല, ആത്മാവിൽ പോരാടുകയാണ്, ആത്മാവിൽ യുദ്ധം ചെയ്യുകയാണ്. ആ സഹോദരിമാര് ഉറക്കളച്ചിരുന്നുകൊണ്ട് എല്ലാ സഹോദരങ്ങളും 3 മണിക്ക് എഴുന്നേറ്റ് അന്യഭാഷ പറഞ്ഞു. മദ്യപാനിയായ ഭർത്താവായിരുന്നു. ഇപ്പം ആ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ 4 മണിക്ക് ആൾ എണീറ്റിരുന്ന് ബൈബിള് വായിക്കും, ഒരുമിച്ച് അവർ പള്ളിയിൽ പോകും. എൻ്റെ പ്രിയരെ, മദ്യപാനികളായി ഭാരപ്പെടുന്ന ഭർത്താക്കന്മാരുള്ളവരെ, ഇത് കേട്ട് കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്യുക. ഭവനത്തിൽ അത്ഭുതമുണ്ടാകും. ഈ സാക്ഷ്യം മറ്റൊരു സാക്ഷികളെ ഉളവാക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവിന്റെ അത്ഭുതത്തിന് നന്ദി, ദൈവം കൊടുത്ത മാറ്റത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. യേശുവിന്റെ പ്രാർത്ഥന മുടങ്ങാതെ പോവുക. ഈ കർത്താവിന്റെ നാമത്തിൽ അതിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഗോഡ് ബ്ലസ് യു. ആമേൻ. എന്തോ പറഞ്ഞു സിസ്റ്റർ? 2 ആഴ്ചയായി എളിവേദന ഉണ്ടായിരുന്നു. എളിവേദനയും നടുവേദനയും ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ അത് കംപ്ലീറ്റ് ആയിട്ട് മാറി. എന്റെ യേശു, അതായത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വരെ വേദന ഉണ്ടായിരുന്നു അല്ലേ സിസ്റ്റർ? ഫീൽ ചെയ്യുമായിരുന്നു? ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ ഇൻസ്റ്റന്റ് ആയിട്ട് അത് മാറിപ്പോയി, ഒട്ടുമില്ല. അത് മാറി, ഒട്ടും വേദനയില്ല. എളിവേദനയും നടുവേദനയും ഉണ്ടായിരുന്നു. ഈ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വരെ വേദന ഉണ്ടായിരുന്നു, കിടക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു എന്റെ യേശുവേ. ഇപ്പൊ സിസ്റ്റർക്ക് പൂർണ്ണ സൗഖ്യമായി. പല പൊസിഷൻ വെച്ചായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. കർത്താവേ, അങ്ങ് കൊടുത്ത് കർത്താവ് അത്ഭുതം ചെയ്ത് നിങ്ങൾ കേട്ടിലെ കിടക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇപ്പൊ യേശു തൊട്ടു. സൗഖ്യത്തിന് നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്തേ.
പാസ്റ്ററെ പറഞ്ഞു. എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു പാസ്റ്ററെ. എത്ര നാളായിട്ട് സിസ്റ്റർ ഉണ്ടായിരുന്നു? ഒരു 5-6 മാസമായി പാസ്റ്ററെ. എന്റെ നടുവിനും കാലിനും മുട്ടിനൊക്കെ തേയ്മാനമാണ്. അപ്പം ഞാൻ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഇത് മാറിയില്ലെങ്കിൽ പിന്നെ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നൊക്കെ ഭയങ്കര വേദനയായിരുന്നു. ഞാനിവിടെ ഇരിക്കുമ്പോഴും നല്ല വേദനയായിരുന്നു. പാസ്റ്ററുടെ പ്രാർത്ഥന കേട്ടപ്പോ എനിക്കൊരു ആശ്വാസം തോന്നുന്നുണ്ട്. ഒരു മാറ്റം സിസ്റ്റർക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ടോ സിസ്റ്റർക്ക് വേദന? എന്താ സിസ്റ്റർ പറയുന്നത്? മാറ്റം ഉണ്ടെന്നാണോ സൗഖ്യമായെന്നാണോ? മാറ്റമുണ്ട്. ആ വേദന കുറച്ച് മാറ്റമുണ്ട്. അല്ലെ എനിക്ക് ഇങ്ങനെ ഇരിക്കത്തില്ലായിരുന്നു. നേരത്തെ ഇരിക്കത്തില്ലായിരുന്നു, ഇപ്പൊ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇരിക്കത്തില്ലായിരുന്നു. ഞാൻ വിഷമത്തോടെ ഇരുന്നത്. ഇപ്പൊ കർത്താവ് സിസ്റ്ററെ ആ സൗഖ്യ സിസ്റ്ററുടെ മേൽ പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. ഇപ്പൊ തന്നെ കൽപ്പിച്ചോണം. ഇത് ആ വ്യത്യാസം വന്നെങ്കിൽ സൗഖ്യം അകത്ത് കത്താൻ തുടങ്ങി. പൂർണ്ണ സൗഖ്യം നമ്മുടെ അവകാശം പറഞ്ഞു കേട്ടോ. പൂർണ്ണ വിടുതല്. ഗോഡ് ബ്ലസ് യു. ആമേൻ. പറഞ്ഞു. നിങ്ങൾ ഒരു 1 വീക്ക് മുൻപ് നിങ്ങൾ പ്രാർത്ഥിച്ച എന്റെ മോളുടെ കാരൻ, അവൾ 2ാമത്തെ റൂമിൽ അവള് ഒരു അവളെ ഒരു ഇത് അവളെ അടിമ ചെയ്ത് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു. അവളുടെ ഫ്രണ്ട്സ് അങ്ങനെ അത് പ്രാർത്ഥിച്ച ഒരു 2-3 നാൾ കഴിച്ച് അവളുടെ ആ ഫ്രണ്ട്സുകളൊക്കെ അവർക്ക് ഇത് കുറച്ച് പ്രശ്നം ഉണ്ടായി. അവർ വിലകിപ്പോയി. ഇപ്പൊ എന്റെ മോള് ഒത്തിരി സന്തോഷമായി നല്ല പഠിക്കുന്നുണ്ട്, നല്ല എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് മോള്. തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നത് ഒരു സിസ്റ്ററെ ഒരു പേരോ ദിവസമോ എന്തോ ഒന്ന് വെളിപ്പെട്ടത്, മുറിയുടെ 2ാമത്തെ മുറി എന്ന് പറഞ്ഞ ആലോചന അല്ലേ? അതെ. എനിക്ക് വന്ന മോളുടെ പേരാണ് വെളിപ്പെട്ടത്, എന്തോ ഒരു ജനനതീയതിയാണ് വെളിപ്പെട്ടത്. മോളുടെ പേര് കരൻ. വാസലിൽ കയറി പോകുമ്പോൾ ഫസ്റ്റ് റൂം അല്ല സെക്കൻഡ് റൂം നിങ്ങൾ പറഞ്ഞു. അത് തന്നെ ഒരു 3-ാമത് ദിവസം കൊച്ചിന്റെ ഇതിൽ നിന്ന് നല്ല വ്യത്യാസം കണ്ടു. ഇപ്പം ഒത്തിരി അവള് ഹാപ്പി ആയിരുന്നു. അതായത് അവളുടെ കൂടെ ചില സുഹൃത്തുക്കൾ ഇപ്പൊ വിട്ടുമാറി. കണ്ടോ? ഇത് ഡെലിവറൻസ് ആ സിസ്റ്ററെ. കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടായിരിക്കും. ആ മുറിക്കകത്ത് ദൈവാത്മാ വെളിപ്പെടുത്തിയ പേര് വെളിപ്പെട്ട് 2ാമത്തെ മുറിയാന്ന് വെളിപ്പെട്ടു. അപ്പൊ സഹോദരി എന്ന് പറഞ്ഞായിരുന്നു എന്റെ വീട്ടിലാണ് ആ മോളുടെ ഉള്ളത്. ദൈവാത്മാ പറഞ്ഞു ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ആ മകളുമായിട്ട് ബന്ധപ്പെട്ട് ഡെലിവറൻസ് നടക്കാൻ വേണ്ടി പോകുന്ന ദൈവഹീനമായ ചില സുഹൃത്തുക്കൾ മാറിപ്പോയി കേട്ടോ. കുരുക്കുകളായിരുന്നു. കർത്താവ് അത് മാറ്റിവിട്ടു. പ്രാർത്ഥിച്ചോണം. ദൈവം തൊടുന്നു കഴിഞ്ഞാൽ മുന്നോട്ട് ദൈവത്തിന്റെ കൂടെ വന്നോണം. വലിയ സമാധാനം കർത്താവ് തരും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ്. ഹലോ ബ്രദർ. പറഞ്ഞു. ബ്രദർ, ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. മോന്റെ വിസ ഇങ്ങനെ റിജക്റ്റ് ആയി. അപ്പം ബ്രദർ പ്രാർത്ഥിച്ച് അതൊക്കെ 2 ആഴ്ച കഴിഞ്ഞിട്ടേ അവിടെ അത് വിസ ഇനി അടിക്കാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ ബ്രദർ പ്രാർത്ഥിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ വിസ കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ യുദ്ധമൊക്കെ അതിനെ പോകാൻ പറ്റിയില്ല. പോകുന്നതിന്റെ തലേ ദിവസം മോന്റെ പാസ്പോർട്ട് കണ്ടില്ല. ഞാനപ്പം ബ്രദറിനെ അന്നേരം ഇതുപോലെ പ്രെയർ നടന്നുകൊണ്ടിരുന്നപ്പോ അന്നേരം തന്നെ ഒന്ന് ജസ്റ്റ് വിളിച്ച് ബ്രദറിനെ അത്ര സങ്കടം കൊണ്ട് ഞാനൊന്ന് വിളിച്ച കാര്യം മോന് രാത്രി പോകേണ്ട പാസ്പോർട്ട് കാണാം. അപ്പൊ പ്രാർത്ഥിച്ച് 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അന്നേരം തന്നെ ഞാൻ പെണ്ണെ വിളിച്ച് സാക്ഷ്യം പറഞ്ഞു. അന്നേരം തന്നെ ആ പാസ്പോർട്ട് കിട്ടി. പിന്നെ വീട് മൊത്തം നോക്കി, കാറില് ട്രാവൽ ഏജൻസിയിൽ എല്ലായിടും വിളിച്ച് എങ്ങും കാണുന്നില്ലായിരുന്നു. അവസാനം പിന്നെ ഹസ്ബൻഡ് ആ മോൻ ഒരു ബാഗ് കൊണ്ട് കൊടുത്തായിരുന്നു. അതിനകത്ത് ഞങ്ങളുടെ പാസ്പോർട്ട് ഇരിപ്പുണ്ടായിരുന്നു. അത് ആ പാസ്പോർട്ട് കയ്യിലെടുത്തിട്ടാണ് ഇത് കൊണ്ട് മോന് കൊടുത്തത്. അതിന്റെ കൂടെ തന്നെ മോന്റെ പാസ്പോർട്ട് കൂടെ എടുത്ത് അങ്ങ് കബോർഡിൽ കൊണ്ടുവച്ച് വീടും പോകുന്ന സകലിടവും നോക്കി ട്രാവൽ ഏജൻസി വിളിച്ചെങ്ങും കാണുന്നില്ല. മോന് പോകാനും സമയമായി. ബ്രദറിനെ ഞാൻ വിളിച്ച് പറഞ്ഞു. ഞാൻ ഇതിന്റെ ഇടയ്ക്കൂടെ ഒന്നും ബ്രദർ ഇങ്ങനെ കരഞ്ഞോണ്ടാണ് ഞാൻ വിളിച്ചത്. ബ്രദർ പ്രാർത്ഥിച്ച് ഇന്ന് തന്നെ കിട്ടുമെന്ന് പറഞ്ഞ ബ്രദർ പ്രാർത്ഥിച്ച് 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഹസ്ബൻഡ് പെട്ടെന്ന് ഓർത്തിയോ അലമാരിക്കകത്ത് ഞാൻ എടുത്തു. അന്ന് അതുവരെ എല്ലാവരും കൂടെ കിടന്ന് തപ്പുക. അന്നേരം തന്നെ കണ്ടപ്പം പിന്നെ ഞാൻ ബ്രദറിന് ഒരു മെസ്സേജ് അത് കഴിഞ്ഞ് അയച്ചായിരുന്നു. അവന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സൗത്ത് ആഫ്രിക്കയിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവന് വിസ ഇല്ല. വിസ കാര്യം അവരുടെ സ്റ്റാറ്റസ് അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഓപ്പൺ ചെയ്ത് നോക്കിയെങ്കിലേ അറിയത്തുള്ളൂ വിസ അടിച്ചോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഞാൻ ബ്രദർ എനിക്കിങ്ങനെ ഒരു സിഗ്നൽ ഇങ്ങനെ ഒന്ന് ബ്രദർ ഓഫീസിൽ എന്തെങ്കിലും ആയിരുന്നായിരിക്കും. അന്നേരം ഞാനിങ്ങനെ ഒരു മെസ്സേജ് അയച്ചപ്പോ അന്ന് തന്നെ ആ മോന്റെ വിസ അടിച്ചെന്ന് ആ സ്റ്റാറ്റസിൽ 3 വർഷത്തേക്ക് മോന് വിസ അടിച്ച് ഇപ്പൊ PR വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് കൊടുക്കാൻ പോവാ. അതും കിട്ടുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും അത് അത്ഭുതമായി തീരും. നിങ്ങൾ കേട്ടായിരുന്നു ആ സാക്ഷ്യങ്ങള്. ദൈവം അവർക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യം. ഞാൻ പറഞ്ഞു നമുക്ക് ചില അധികാരങ്ങളുണ്ട്. അധികാരങ്ങളെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നന്മകൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വരും. ആ
യാത്ര മുടങ്ങാൻ വേണ്ടി ദുഷ്ടൻ എന്ത് ചെയ്തു? ആ പാസ്പോർട്ട് മിസ്സാക്കി അതിന്റെ കാര്യങ്ങൾ മറച്ചു വെച്ചു, അതിന്റെ കാര്യങ്ങൾ തടസ്സം വെച്ചു. എന്നാൽ കർത്താവിന്റെ അധികാരത്തെ നാം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ യാത്ര നടന്നു, അതിന്റെ പ്രോസസ്സുകളെല്ലാം അത്ഭുതമായി തീർന്നു. അപ്പൊ പ്രിയരെ മറക്കരുത്, പുത്രന്റെ രാജ്യത്തിൽ അധികാരമുള്ളവരാ നിങ്ങൾ പറഞ്ഞാൽ മലകൾ മാറും. നിങ്ങൾ പറഞ്ഞാൽ യേശു അതില്ലാത്തത് ഉണ്ടായി വരും. അതിന്റെ സാക്ഷ്യമാണിത്. കർത്താവ് ചെയ്ത പ്രവർത്തിക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്തയാൾ സാക്ഷ്യം പറഞ്ഞാടെ വേഗത്തിൽ ചെക്ക് ചെയ്തേ. ഹലോ ബ്രദറെ, പറഞ്ഞു. ബ്രദറെ, എന്തോ പറഞ്ഞു? കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മുമ്പത്തെ ഞായറാഴ്ച ബ്രദർ ആലോചന പറഞ്ഞായിരുന്നു. ലീന എന്ന പേര്, പിന്നെ ഷേർലിയുടെ പേരും കൂടി പറഞ്ഞായിരുന്നു. ഷേർലി എന്റെ കൂട്ടുകാരിയാണ്. അവള് ഭയങ്കര സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പം ബ്രദർ പറഞ്ഞായിരുന്നു പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷെ അവള് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ വ്യാഴാഴ്ച ആയപ്പോ അവിടെ അക്കൗണ്ടിൽ 1.5 ലക്ഷം രൂപ മുടങ്ങി കിടന്ന പൈസ കയറാനിടയായി ബ്രദറെ. അത് അവള് പെട്ടെന്ന് തന്നെ വിളിച്ചു പറഞ്ഞു, ലീന പ്രാർത്ഥിച്ചുകൊണ്ടാണ് അത് കിട്ടാൻ ഇടയായെന്ന് വിളിച്ചു പറഞ്ഞു. ഇതൊരു പ്രൊഫറ്റിക്കൽ ഡെലിവറൻസ് ആണ്. പ്രിയ ലീന സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ മുമ്പിലത്തെ ഞായറാഴ്ച ദൈവാത്മ ഇടപെട്ട് ലീന എന്നുള്ള പേര് വെളിപ്പെടുത്തി ലീനയുമായി ബന്ധപ്പെട്ട് ഷേർലിനെ കാണിക്കുന്നു. ഇവർ രണ്ടുപേരുടെ ഇടയിൽ സാമ്പത്തികമായിട്ടൊരു ബ്ലെസ്സിങ്ങിനെ തുറക്കാൻ വേണ്ടി ദൈവം ഒരു പ്രാർത്ഥനയെ ഉപയോഗിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, എന്റെ കൂട്ടുകാരിയാണ്, അവള് വീട് പണി പകുതിയായിട്ടിരിക്കുമായിരുന്നു, സാമ്പത്തികമായിട്ട് ബ്ലോക്കായി കിടക്കണം, വീട് പണി പകുതിയായി കിടക്കുന്നു, സാമ്പത്തിക ബ്ലോക്കാണ്. അപ്പൊ ഞാൻ ദൈവാത്മാവിൽ പറഞ്ഞു ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം, സമ്പത്ത് റിലീസ് ആകാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. ഇന്ന് ആ കേട്ട സാക്ഷ്യമാണ് സൗരി പറഞ്ഞത്. മുടങ്ങി കിടന്ന പൈസ അവിടെ വന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നന്മകൾ മുടങ്ങി കിടക്കുമ്പോൾ അതൊരു സാധാരണ മുടങ്ങലല്ല കേട്ടോ, അത് ഡെലിവറൻസ് ആണ്. എത്ര പേര് ആ സാക്ഷ്യം കേട്ടായിരുന്നു സിസ്റ്റർ എന്ന് പറഞ്ഞപ്പോ തന്നെ ആ കാര്യം? ആമേൻ. എപ്പോഴും ഓർത്തോണം. ആമേൻ. അപ്പൊ എപ്പോഴും ഓർത്തോണം, ഫിനാൻഷ്യൽ മേഖല ആയിക്കോട്ടെ, നമ്മുടെ കയ്യിലോട്ട് അത് വരുന്നില്ലെങ്കിൽ, നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അത് ചിലപ്പം ഗവൺമെന്റിന്റെ ആയിരിക്കാം, വേറെ എന്തെങ്കിലും തടസ്സമായിരിക്കും, നമ്മൾ അതിന്റെ പുറകെ പോകരുത്. ഇതിന്റെ പിന്നിൽ ഒരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിനെ വെട്ടിക്കഴിയുമ്പോൾ, അതിനെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ബ്ലെസ്സിങ് വരും എന്നതിന്റെ തെളിവാണ്. ആ ഷേർലി എന്നുള്ള പേര് വെളിപ്പെട്ടു. സഹോദരി പറഞ്ഞു എന്റെ കൂട്ടുകാരിയാണ്. അവർ പറഞ്ഞ വാക്ക് ഇപ്പോൾ ഓർക്കുന്നുണ്ട്. വീട് പണി മുടങ്ങി കിടക്കുന്നു, സാമ്പത്തികം കിട്ടാത്തത് കൊണ്ട് ബ്ലോക്കായി കിടക്കുവാണ്. അതിനുശേഷം ആ ഡെലിവറൻസ് അവിടെ ഉണ്ട്. ജസ്റ്റ് അതൊരു ഓവർഫ്ലോ ഉണ്ടാകാൻ വേണ്ടി പോട്ടെ. ഇനിയും നന്മ വരും. പറഞ്ഞോണം. ആ സഹോദരി കേട്ടിട്ട് പോകാതിരിക്കല്, പ്രാർത്ഥനയ്ക്ക് കയറണമെന്ന് പറഞ്ഞ. പിന്നെ നന്മ കയറണമെങ്കിൽ കർത്താവിന്റെ കൂട്ടായ്മയിൽ കൂടണം. ദൈവം തരുന്ന നന്മകളെ നാം നന്ദിയുള്ളവരാകണം. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള്. ബ്രദറെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? പറഞ്ഞു സിസ്റ്ററെ. പിന്നെ കഴിഞ്ഞ ദിവസം 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. 4 മണി വരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ കിടന്ന് മയങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഞാനൊരു ദർശനം കണ്ടു. പിന്നെ എൻ്റെ മോൻ്റെ വിവാഹത്തിന്റെ വിഷയത്തിനോട് സംബന്ധിച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പം 3 കുഞ്ഞുങ്ങളെ എന്നെ ദൈവം കാണിച്ചു. ഒരു സാധാരണ ഒരു ആദിവാസി സിസ്റ്റർ, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ ഒരു ദർശനങ്ങൾ കാണുമ്പോൾ, അങ്ങനെയുള്ള ദർശനങ്ങൾ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൂടുതൽ ദൈവത്തോട് ചോദിക്കണം. ഇപ്പം ഒരാളുമായിട്ട് എന്നെയാണ് ഇപ്പം കാണിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് ദൈവം എന്നോട് മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കും. അപ്പം നിങ്ങൾ ആ ദർശനം സിസ്റ്റർ കാണുമ്പോൾ കർത്താവ് അത് കൂടുതൽ അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകണം, എനിക്കതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കി തരണമെന്ന് ദൈവാത്മാവിൽ ചോദിക്കണം. അപ്പൊ നമ്മൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഇപ്പൊ ഗിദയോനോട് പറഞ്ഞു, അപ്പൊ ഗിദയോന്റെ അവിടെ നമുക്കൊരു പാളയത്തിന്റെ അകത്ത് അവർ പറഞ്ഞു വലിയൊരു യവത്തപ്പ ഇങ്ങനെ ഉരുണ്ട് വരുന്നതും എന്ന് പറഞ്ഞു. അത് ഗിദയോന്റെ എന്ന് അവർ പറഞ്ഞു. അവർക്കത് മനസ്സിലായില്ല. യഥാർത്ഥത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തിയായിരുന്നു അത് വെളിപ്പെട്ട് വന്നത്. അതേപോലെ നമുക്കൊരു കാര്യം കാണുമ്പം ആ കാര്യം വെളിപ്പെട്ട് കഴിയുമ്പോൾ കൂടുതൽ കർത്താവെ അത് സമയമെടുത്ത് ചോദിക്കും. അത് വെളിപ്പെട്ട് വരുന്നത് വരെ നമ്മൾ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ചോദിക്കണം കേട്ടോ. ചിലപ്പോൾ ഒറ്റയടിക്ക് ഇപ്പൊ ചോദിക്കുവാണ് കർത്താവ് ഇത് വെളിപ്പെട്ടെന്ന് ഇരിക്കത്തില്ല, ചിലപ്പോൾ വെളിപ്പെട്ടെന്ന് ഇരിക്കും. അത് മനസ്സിലാക്കുന്നത് വരെ ക്ഷമയോടെ നമ്മൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്തയാള് സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. മറ്റാരുമില്ല. പറഞ്ഞു. എന്റെ നെഞ്ചിനകത്ത് ഒരു വേദന പോലെ കൈക്കുണ്ട്.
പ്രാർത്ഥിച്ചിട്ട് അത് വല്ലാത്ത അസ്വസ്ഥ, എനിക്ക് കിടക്കാൻ പറ്റാത്ത കണക്കെ. യേശുവിന്റെ നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നപ്പ വേദനകളെ ക്യാൻസൽ ചെയ്യുന്നു. ആ നെഞ്ചിന്റെ മേൽ, ശരീരത്തിന്റെ മേൽ, യേശുവിന്റെ നാമത്തിൽ ഹാർട്ടിന്റെ മേൽ ഇപ്പോൾ തന്നെ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുന്നല്ലോ. രോഗത്തെ ബന്ധിക്കുന്നു, എല്ലാ ബ്ലോക്കുകളെയും ബന്ധിക്കുന്നു. ഈ ജീവൻ വ്യാപിക്കട്ടെ, മരണത്തെ വെട്ടിവിടുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബാക്കി നമ്മുടെ സാക്ഷ്യങ്ങൾ നമുക്ക് പിന്നെയും തുടർച്ചയായി കേൾക്കാം. അപ്പൊ മറക്കരുത്, ഇനി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചുരുങ്ങിയ സമയങ്ങളേ ഉള്ളൂ. യേശു കൂടെയുണ്ട്. പ്രാർത്ഥന ശക്തിപ്പെടുത്തുക. ദേശത്ത് വലിയ പ്രവൃത്തിയുണ്ട്. ദൈവം നമ്മൾ അതിനുവേണ്ടി കണ്ടതാ പ്രിയരെ. പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ എന്തിനാ ബ്രദറിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, നമ്മൾ ബ്രദറിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്ല പ്രിയരെ, ദൈവരാജ്യത്തിന് വേണ്ടിയാ. പ്രതിഫലം ദൈവം തരും. ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചോണം. കർത്താവെ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ അവിടെ ചെല്ലുമ്പോൾ കർത്താവ് പലരുടെയും മനസ്സിൽ ബ്രദറിന്റെ കൂട്ടായ്മ, ദൈവരാജ്യത്തിന്റെ കൂട്ടായ്മയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആത്മാക്കൾ അവിടെ നിറയണം. തകർന്ന കുടുംബങ്ങൾ വിടുവിക്കപ്പെടണം. ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന തലമുറകളും വ്യക്തികളും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തിന് വേണം. അതുകൊണ്ടാണ് പൗലോസിനോട് പറഞ്ഞത്, പൗലോസേ നീ മിണ്ടാതിരിക്കരുത്, എനിക്ക് വളരെ ജനം കൊരിന്തിലുണ്ട്. കണ്ടോ, കൊരിന്തിനെ വിടുവിക്കുവാൻ പൗലോസിന്റെ നാവിനെ ദൈവത്തിന് വേണം. പ്രിയരെ, നിങ്ങൾ ചിന്തിക്കും അവിടെ ഓരോ പ്രാർത്ഥന നടക്കുമ്പം എൻ്റെ റോൾ എന്തുവാ? നിങ്ങളുടെ റോള് പ്രാർത്ഥനയുടെ യുദ്ധമാണ്. നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ഓരോ പട്ടണത്തിലും ബ്രദർ അവിടെ നിൽക്കുമ്പോൾ പൗലോസ്ലീഹ പറഞ്ഞ് എൻ്റെ നാവിന്മേൽ കർത്താവിന്റെ വചനം വെളിപ്പെടുങ്ങൾ, എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടണം. ബ്രദർ അവിടെ നിൽക്കുമ്പോഴേക്കും നിങ്ങളോട് മാത്രം പ്രവചനം പറയാനോ നിങ്ങളോട് മാത്രം ശുശ്രൂഷിക്കാൻ വേണ്ടിയല്ല, ആ പട്ടണത്തോട് നമ്മൾ ഗോസ്പല് പറയുകയാണ്, ദൈവരാജ്യം പ്രസംഗിക്കുകയാണ്. യേശു ഭയങ്കര സന്തോഷിക്കുന്നു കേട്ടോ. കർത്താവിന്റെ സന്തോഷം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടോ? എൻ്റെ യേശു സന്തോഷിക്കുന്നത് കാണുന്ന ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ യേശു ക്രിസ്തുവിന് ഭയങ്കര സന്തോഷമാണ്. ദൈവരാജ്യത്തിൽ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ യേശുവിന് ഭയങ്കര സന്തോഷമാണ്. യേശു സന്തോഷിച്ചാൽ ദൈവത്തിലെ സകല നന്മകളും നിങ്ങളിലേക്ക് കൊണ്ടുതരും. നന്മ കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ പറയുമല്ല കേട്ടോ, നമുക്ക് കർത്താവിന് വേണ്ടി ചെയ്യണം. സുവിശേഷം എൻ്റെയും നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. അത് ചെയ്തില്ലെങ്കിലോ അയ്യോ കഷ്ടമെന്ന് പറഞ്ഞു, ചെയ്താലോ കഷ്ടമല്ല, അനുഗ്രഹമാണ്. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് ചെയ്ത